ക്ലാസ്സിലേക്ക് പോവാണ. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. Good evening, ma'am. Good evening, ma'am. Good evening. Okay, we'll start. We'll start with the prayer. If anyone is there to give prayer, please. Or else we can start with the silent prayer. Okay. Okay, fine. Only 11 members, means 14 members. So anyone is there to give signing? No one. You have to do anyway, any day. Okay, so let us move to Unit 7, Part 4. Okay, Montessori School Management. വളരെ ചെറിയൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള പാട്ടാണ് നമുക്ക് പാർട്ട് 4 എന്ന് പറയുന്നത്. ബാക്കി 3 പാർട്ടിനെ വെച്ച് നോക്കുമ്പോൾ സെവൻത് യൂണിറ്റ് സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം യു ഓൾറെഡി കംപ്ലീറ്റഡ്. സെവൻത് യൂണിറ്റ് 7ാമത്തെ ചാപ്റ്റർ ആണ് പ്രോഗ്രാംസ് ഫോർ ഡെവലപ്പിംഗ് വാല്യൂസ് ഓഫ് വേരിയസ് കൈൻഡ്സ്. ഓൾറെഡി പലരും എന്താ പറയാ ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോയി തുടങ്ങി. സോ ഒരു സ്കൂളിലെ രീതികള്, അവിടുത്തെ മാനേജ്മെന്റ് മിക്കയിടത്തും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ബേസിക്കലി സ്ട്രക്ചർ എല്ലാം സെയിം തന്നെയായിരിക്കും. സ്ട്രക്ചറിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളേ ഉണ്ടാവുള്ളൂ. പക്ഷെ എന്നാൽ അവിടെ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ, റൂൾസ് അങ്ങനെയുള്ളത് ഒരേ കാര്യങ്ങൾ തന്നെയായിരിക്കും. ഇപ്പൊ CBSE സ്കൂൾ ആണെങ്കിൽ CBSE ബോർഡിൽ നിന്ന് കുറെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. അതിനനുസരിച്ചായിരിക്കും അവരുടെ പല കാര്യങ്ങളും. പിന്നെ സ്കൂളിന്റെ മാനേജ്മെന്റിന്റേതായ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. പിന്നെ നെക്സ്റ്റ് സ്റ്റേറ്റ് ആണെങ്കിൽ സ്റ്റേറ്റിന്റെ ബോർഡ് പറയുന്നതിനനുസരിച്ചുള്ള റൂൾസും അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. പിന്നെ സ്കൂളിൻ്റെതായ ചില പെക്യൂലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ വേറെ ഉണ്ടാവും. നമുക്ക് ജനറലി നമ്മൾ സ്കൂൾ മാനേജ്മെന്റ് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇത്രയും ഇതിന്റെ പല യൂണിറ്റ്സിലും കണ്ടത്. സ്കൂൾ മാനേജ്മെന്റ്, ഓഫീസ് മാനേജ്മെന്റ്, ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ് എങ്ങനെയാണ്, കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണെന്നുള്ളതായിരുന്നു. പിന്നെ സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം, അത് സ്ട്രക്ചർ എങ്ങനെയാണ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞത്. അപ്പൊ Unit 7 ആണ് നെക്സ്റ്റ്, പ്രോഗ്രാംസ് ഫോർ ഡെവലപ്പിംഗ് വാല്യൂസ് ഓഫ് വേരിയസ് കൈൻഡ്സ്. വളരെ ഈസി ആയിട്ട് തോന്നുന്ന ഒരു പാട്ടാണ്. ഇതിനകത്ത് അധികം ബുദ്ധിമുട്ടുകളൊന്നുമില്ല. മാം ഇത് മൊഡ്യൂൾ 1 ആണോ 3 ആണോ? മൊഡ്യൂൾ 1. മൊഡ്യൂൾ 1ലെ 2-3 യൂണിറ്റ്സും കൂടെ തീരാനുണ്ടല്ലോ.
എനിക്ക് അശ്വതി മിസ് കമ്മ്യൂണിക്കേഷൻ എടുത്ത് തീർന്നു എന്നറിയില്ല. ശരണ്യ മാം ഏതാണ് എടുക്കുന്നതെന്നും എനിക്ക് ഐഡിയ ഇല്ല. സോ 7 ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അശ്വതി മിസ് ഏതാ എടുക്കുന്നത്? ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ ആണോ? കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞോ? എനിക്ക് അവരുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല. കഴിഞ്ഞോ? അതൊത്തിരി വലിയ കുറച്ച് ഇതിനകത്ത് കമ്പയർ ചെയ്യുമ്പോൾ ഒരു കുറച്ചധികമുള്ള യൂണിറ്റ് ആണ്. ശരണ്യ മാം ഏതെടുക്കുന്നത്? ശരണ്യ മാം ഏതെങ്കിലും സ്റ്റാർട്ട് ചെയ്തായിരുന്നോ? ഏതെടുക്കുന്നതെന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ 6th യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തിരുന്നു. നമ്മുടെ എക്സാമിന് തൊട്ട് മുമ്പ് അത് ആയിരുന്നു എടുത്തത്. അത് കുറച്ച് തീരാനുണ്ടായിരുന്നു. അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ അതായിരുന്നു കംപ്ലീറ്റ് ചെയ്തത്. സോ 7th യൂണിറ്റ് ആണ്. ഐ എം ഗോയിങ് ടു ടേക്ക് 7th യൂണിറ്റ്. ശരണ്യ മാം ഏതാ എടുക്കുന്നതെന്നൊന്ന് ഷെയർ ചെയ്യുവാണെങ്കിൽ. മാം ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് കഴിഞ്ഞു. ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ് കഴിഞ്ഞു. ഓക്കെ. ഡെവലപ്മെന്റ് പ്രൊഫൈൽ എടുക്കാം നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 5th യൂണിറ്റ് ഞാൻ സ്കിപ്പ് ചെയ്ത് 6th പോയത്. Okay, so next 7th one, programs for developing values of various kinds. Many CBSE school have one subject is there like values, moral science, something like that. പലയിടത്ത് പല പേരിലായിരിക്കും. പക്ഷെ അതിലൂടെ വാല്യൂസ് ആണ് കുട്ടികളിലേക്ക് കുറെ നല്ല റൈറ്റ് മെസ്സേജസ് കുട്ടികളിലേക്ക് വരുന്ന രീതിയിലുള്ള അവർ മിക്ക CBSE സ്കൂളിലുമുണ്ട്. സ്റ്റേറ്റ് സ്കൂളിൽ ചില ആക്ടിവിറ്റീസും അത് റിലേറ്റഡ് ഉണ്ടാകാറുണ്ട്. ഇവിടെ അതാണ് ഇപ്പോൾ ഡെവലപ്പിംഗ് വാല്യൂസ് ഓഫ് വേരിയസ് കൈൻഡ്സ്, പല രീതിയിലുള്ള വാല്യൂസ്. കാരണം പലപ്പോഴും ന്യൂക്ലിയർ ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ടാവും. വളരെ വിരലിലെണ്ണാവുന്നതായിരിക്കും ഒരു കൂട്ടുകുടുംബം എന്നൊക്കെ ഉള്ളത്. ജോയിന്റ് ഫാമിലി ഒക്കെ വളരെ കുറവായിരിക്കും. ചിലപ്പോൾ ഒരു കുട്ടിയുള്ള വീടായിരിക്കും. സോ ആ കുട്ടിക്ക് പലപ്പോഴും പല കാര്യങ്ങൾ ഷെയറിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ചിലപ്പോൾ ചില ഇമോഷൻസ്, അൺസ്റ്റെബിലിറ്റി, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരാൻ ചാൻസ് ഉണ്ട്. ഈ ചെറിയ കുട്ടികളിൽ ഒറ്റ കുട്ടിയായി വളരുന്നവരിൽ കുറച്ച് അവരുടെ വേർതിരിച്ച് നിർത്തുന്ന ചില പ്രശ്നങ്ങൾ കാണും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സബ്ജക്ട് അതിൽ ഇൻക്ലൂഡ് ചെയ്ത് അത് വളരെ സീരിയസ് ആയിട്ട് തന്നെ കുട്ടികളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ, നല്ലൊരു മെസ്സേജ് ആയിട്ട് എത്തിക്കുകയാണെങ്കിൽ കുറെ വ്യത്യാസങ്ങളിൽ അവർക്ക് വരും. അവർക്ക് അതിനനുസരിച്ച് ഫ്രണ്ട്സിനോട് എങ്ങനെ പെരുമാറണം. സോ വീട്ടിലൊരു സിബ്ലിംഗ് ഉണ്ടാവില്ല, അതിനോട് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിനോട് എങ്ങനെ സിബ്ലിംഗ് ഇല്ലാത്ത ഒരു കേസ് വരുമ്പോൾ അവർക്ക് they will be used to with their friends, അവരുടെ ഫ്രണ്ട്സുമായിട്ട്. അപ്പൊ അവർക്ക് അറിയാൻ പറ്റും ഷെയറിങ് എങ്ങനെയാണ്, കമ്പാഷനേറ്റ് ആവുന്നത് എങ്ങനെയാണ്, സപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെയുള്ളത് അവർ ആ ചെറുപ്പത്തിലേ തന്നെ പഠിച്ചു വരും. They don't have that atmosphere in their house. So അത് സ്കൂളിൽ ഇങ്ങനെ ഒരു രീതിയിൽ വരുമ്പോൾ അത് അവരിൽ ഡെവലപ്പ് ചെയ്ത് വരും. ഓക്കെ, സോ പ്രോഗ്രാംസ് ഫോർ ഡെവലപ്പിംഗ് വാല്യൂസ് ഓഫ് വേരിയസ് കൈൻഡ്സ് 7th യൂണിറ്റ് ആണ് കേട്ടോ. ഒരു വായിക്കാലോ. ഫസ്റ്റ് വൺ അതിന്റെ ഒരു ഇൻട്രോ പോലെയാണ്. അതിനകത്തൊരു ഓതറിന്റെ ബുക്കിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ആരെങ്കിലും റീഡ് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഒന്ന് വായിച്ചോളൂ. ഞാൻ വായിക്കാം മാം. ഓക്കെ. Unit 7, Programs for Developing Values of Various Kinds. Dr. M.T. Ramji in his book Value-Oriented School Education has suggested a number of measures of inculcation of values. A number of school programs should be organized regularly so that they may be effective for the betterment of values among the pupils. Desirable attitude and skills are to be developed through correct curricular and co-curricular activities. Some of the important programs that could be undertaken in school for the purpose are listed below. Okay. So, ഒരു ഓതറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, M.T. റാംജി. അദ്ദേഹം എഴുതിയൊരു ബുക്കാണ് വാല്യൂ ഓറിയന്റഡ് സ്കൂൾ എഡ്യൂക്കേഷൻ. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് സ്കൂൾ എഡ്യൂക്കേഷൻ, വാല്യൂസ് ഇൻ സ്കൂൾ എഡ്യൂക്കേഷൻ, അങ്ങനെ പറഞ്ഞ കുറെ ബുക്സ് കാണാം. പക്ഷെ ഈ പറഞ്ഞ ഓതർ മാത്രം എനിക്ക് കിട്ടിയില്ല. വേറെ പലരും എഴുതിയ കുറെ ബുക്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നമ്മളുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നത് കിട്ടും. നത്തിങ് ആ ടൈറ്റിലിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകാൻ പറ്റും. കാരണം സ്കൂൾ എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റിന്റെ ഇമ്പോർട്ടന്റ് റോളാണ് കുട്ടികളിൽ പല കാര്യങ്ങളും. ചില കുട്ടികൾ, എന്റെ ഹസ്ബൻഡ് പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നത്, ഹസ്ബൻഡ് 6th KG തുടങ്ങി 6th വരെ
കായംകുളത്തായിരുന്നു. SN ട്രസ്റ്റിന്റെ ഒരു CBSE സ്കൂളിലായിരുന്നു. പെട്ടെന്ന് ആ സ്കൂളിന് എന്തോ അഫിലിയേഷൻ ഇഷ്യൂ വന്ന് സ്കൂൾ അങ്ങ് നിന്ന് പോവുക. പെട്ടെന്ന് പിന്നെ ആളെ വേറൊരു സ്കൂളിലേക്ക് മാറ്റി. അത് കഴിഞ്ഞിട്ട് അവിടെയും എന്തോ അങ്ങനെ ഇഷ്യൂ. ആള് സ്കൂൾ ടോപ്പൊക്കെ ആയിരുന്നു, ഒറ്റ മോനും. അപ്പൊ അതിൻ്റെതായ കുറച്ച് ഇഷ്യൂസ് ആൾക്കുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ 9th സ്റ്റാൻഡേർഡിൽ ചെയ്യുന്നത് അവിടുത്തെ ഒരു പഴയ സ്കൂൾ, ഒരു ഗവൺമെന്റ് സ്കൂളുണ്ട് കായംകുളം. ആ ജംഗ്ഷനിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ആ സ്കൂൾ കാണാൻ പറ്റും. ഒരു ഗവൺമെന്റ് സ്കൂളായിരുന്നു. ഹസ്ബൻഡ് പറയായിരുന്നു അബ്യൂസീവ് വേർഡ്സ് ഞാൻ പഠിച്ചത് ആ സ്കൂളിൽ നിന്നായിരുന്നു. അപ്പൊ ശരിക്കും സ്കൂൾ എന്ന് പറയുന്നത് കുട്ടികളിൽ പലതും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോ ആള് കേൾക്കാത്ത, ഇതൊന്നും കേട്ടിട്ടേ ഇല്ല. ലൈഫ് ഫ്രണ്ട്സ് വീട്ടിൽ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ അല്ല. വീടിന് ചുറ്റുമുള്ള നൈബർഹുഡിലെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാലും ആ രീതിയിലുള്ള അങ്ങനത്തെ മെസ്സേജുകളൊന്നും എവിടെ നിന്നും വരുന്നില്ല. പക്ഷെ ആളിങ്ങനെ സ്കൂൾ മാറി മാറി ഒരു ഗവൺമെന്റ് സ്കൂളിൽ ചെന്നപ്പോ അവിടെ ഭിത്തികളിലൊക്കെ ഇങ്ങനെ എഴുതി വെക്കുന്ന ശീലം കുട്ടികൾക്കുണ്ടല്ലോ, ടോയ്ലറ്റിന്റെ ഭിത്തിയിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ. ഇതൊക്കെ എന്താന്ന് അറിയില്ലായിരുന്നു. പിന്നെ ക്യൂരിയോസിറ്റി, 9th സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറയുമ്പോൾ ക്യൂരിയോസിറ്റിയാണ്, ഇത് എന്താണെന്ന് അറിയാനുള്ളത്. അപ്പൊ എന്നോട് പറയുമായിരുന്നു അങ്ങനെയുള്ളതെല്ലാം പഠിച്ചത് ഞാൻ ആ 9th സ്റ്റാൻഡേർഡിൽ ആ ഗവൺമെന്റ് സ്കൂളിൽ ചെന്നപ്പോഴായിരുന്നു. സോ ലൈക്ക് അതുപോലെ പല കുട്ടികളിലും അത് വരാം. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് പെൺകുട്ടിയാണ്, ആൾക്ക് 2 ഏട്ടന്മാരാ ഉള്ളത്. ഇവർക്ക് ഇപ്പം ഈ കുട്ടി വളർന്നു വരുന്നതിന് മുമ്പ് തന്നെ ഏട്ടന്മാരിങ്ങനെ പല പല ലെവൽസിലൂടെ പോയിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ ഏട്ടന്മാരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് പെങ്ങളുടെ അടുത്ത്, സിസ്റ്ററിന്റെ അടുത്ത് എല്ലാ അബ്യൂസീവ് വേർഡ്സും പറഞ്ഞു കൊടുത്തിട്ട് അതിന്റെ മീനിങ്ങും പറഞ്ഞു കൊടുത്തു. കാരണം നിന്നെ വന്ന് ഒരാള് വന്ന് ഇത് വിളിക്കുകയോ നിന്റെ മുമ്പിൽ വെച്ച് പറയുകയോ ചെയ്താൽ കുട്ടിയെ പോലെ ഇരിക്കരുത്, ഇത് എന്താന്ന് മനസ്സിലാക്കാതിരിക്കരുത് എന്നുള്ള ഉദ്ദേശത്തിലാണ് അവരത്. കറക്റ്റ് ഗൈഡൻസ് ആയിരുന്നു ആ കുട്ടിയുടെ ലൈഫിൽ, ആ കുട്ടിയെ സംബന്ധിച്ച്. പിന്നെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിലും നമ്മളുടെ വീടിന് ചുറ്റും നമ്മുടെ ഫ്രണ്ട്സും അങ്ങനത്തെ ഒരു കൾച്ചർ നമ്മൾ കണ്ടിട്ടില്ല. ഈവൻ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചിരുന്നതെങ്കിൽ ഈ പറഞ്ഞ പോലെ ഭിത്തികളിൽ ടോയ്ലറ്റിന്റെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ അത് ശ്രദ്ധിക്കാറില്ല പലപ്പോഴും. അപ്പൊ അത് ഇങ്ങനെ കഴിഞ്ഞപ്പോ ഞാനൊക്കെ ഇത് മനസ്സിലാക്കാൻ പിന്നെയും കുറെ വർഷങ്ങൾ കഴിഞ്ഞു. ഈവൻ പലരും പറഞ്ഞ് പരസ്പരം വിളിച്ച് കേട്ടിട്ടുണ്ട്. നമ്മളുടെ പോകുന്ന വഴിയിലോ സ്കൂളിൽ ഇതുപോലെ എഴുതി വെക്കുന്നതൊക്കെ എന്താണെന്ന് അന്ന് മനസ്സിലായില്ല, ആരോടും ചോദിക്കാനും പോയില്ലായിരുന്നു. പക്ഷെ കുറെ കഴിഞ്ഞ് ഈ ഡിഗ്രി ലെവലിലേക്കൊക്കെ വന്നപ്പോ ഇതിന്റെ എല്ലാം ഇംഗ്ലീഷ് വേർഡ്സ്, ഇംഗ്ലീഷ് മൂവീസ് ഒക്കെ കാണാൻ തുടങ്ങി. ലൈക്ക് ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാനും. പിന്നെ ഹോസ്റ്റലിൽ മുഴുവൻ ഈ പറയുന്ന NRI കുട്ടികളായിരുന്നു. അപ്പൊ അവര് കൂടുതലും പുതിയ പുതിയ ഇറങ്ങുന്ന ഇംഗ്ലീഷ് മൂവീസ് വരും. ഇപ്പൊ ഇംഗ്ലീഷ് മൂവീസിൽ കോമൺ ആയിട്ട് ചില വാക്കുകൾ യൂസ് ചെയ്യുമല്ലോ, അത് സംബന്ധിച്ച് ഇറ്റ്സ് കോമൺ. അപ്പോഴെന്നെയാണ് നമ്മളുടെ മലയാളം മൂവീസിൽ അങ്ങനെയുള്ള വാക്കുകൾ വരുമ്പോൾ ബീപ്പ് സൗണ്ട് വരാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞപ്പോ അത് ബീപ്പ് സൗണ്ട് മാറ്റി. മൂവികൾ കുറെ കൂടെ പച്ചയായിട്ട് മനുഷ്യന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ തുടങ്ങിയല്ലോ. കാരണം ബീപ്പ് സൗണ്ടിന്റെ ആവശ്യമില്ല. പീപ്പിൾ ആർ യൂസിങ് ഫോർ കമ്മ്യൂണിക്കേഷൻ ദീസ് വേർഡ്സ് ആർ കോമൺ എന്നുള്ള രീതിയിൽ അതങ്ങനെയായി. അപ്പൊ അത് കോമൺ ആയി. അപ്പൊ എന്റെ മക്കള് എന്നെക്കാളും ചെറിയ പ്രായത്തില് അത് മനസ്സിലാക്കി കഴിഞ്ഞു. ഓൾറെഡി അവർക്കൊക്കെ അറിയാം. അപ്പൊ അങ്ങനെ ഞാനത് മനസ്സിലാക്കണത് എന്റെ ഡിഗ്രി ലെവലിലേക്ക് അങ്ങനെ പോയി. അപ്പൊ നമ്മള് വളരുന്ന ആ പ്രായത്തില് നമ്മൾ ഓരോന്നും, അതിപ്പോ വാല്യൂസ് ആണെങ്കിലും ശരി, ഇതുപോലെ തന്നെ റോങ് മെസ്സേജസ് ആണെങ്കിലും ശരി, നമ്മളത് അറിയുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മളുടെ ഡെവലപ്മെന്റിനെയും കൂടെ ബാധിക്കുന്നുണ്ട്. ഇവിടെ 2 കേസസും ഞാൻ പറഞ്ഞു, 2 അല്ല 3 കേസ് എന്റെയും കൂടി ഇൻക്ലൂഡ് ചെയ്ത് പറയുവാണെങ്കിൽ ഞാനത് മനസ്സിലാക്കാൻ കുറെ വൈകി. പക്ഷെ ഞാനിത് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, എന്താന്ന് അറിയാൻ ശ്രമിച്ചിട്ടില്ല. എന്താന്ന് അന്നും അറിയൂല്ലായിരുന്നു. എന്റെ ഫ്രണ്ടിന്റെ ബ്രദേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തോന്നി ഈ രീതിയിൽ ഗൈഡ് ചെയ്താൽ നന്നായിരിക്കും തോന്നി. അത് അവര് റൈറ്റ് വേയിൽ തന്നെ ഗൈഡ് ചെയ്തു. ഹസ്ബൻഡ് പക്ഷെ അതൊരു റോങ് വേയിലാണ് ആൾക്ക് അതെല്ലാം കിട്ടിയത്. അങ്ങനത്തെ മെസ്സേജസ് എല്ലാം ആൾക്ക് കിട്ടിയത് ഒരു റോങ് വേയിലായിരുന്നു കിട്ടിയത്. പിന്നെ ഉപയോഗിക്കാറില്ല അത് തന്നെ. അപ്പൊ ശരിക്കും എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുവാണെങ്കിൽ അബ്യൂസീവ് വേർഡ്സ് അറിയില്ല എന്നുള്ളതല്ല എന്താ പറയാ ശരിയായ രീതി. അറിഞ്ഞിട്ട് അത് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് മര്യാദ. അതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. നമ്മൾക്കത് അറിയില്ല എന്നുള്ളതല്ല ഏറ്റവും നല്ലത്, അത് നമ്മൾക്ക് അറിയാം. അറിഞ്ഞിട്ട് അത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും എന്താ പറയാ നമ്മളുടെ മാനേഴ്സ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ ആണ് ഞാൻ. നിങ്ങളുടെ അഭിപ്രായം എന്താ? അങ്ങനെ തന്നെയാണോ? സോ ഐ തിങ്ക് നമ്മൾ ഏജ് ആവുമ്പോൾ അല്ല, അത് നമ്മുടെ കൾച്ചറിനെ ഡെപിക്ട് ചെയ്യുന്നതാണല്ലോ. അപ്പൊ ഒരു കൾച്ചറലിസ്റ്റ് ഫെലോ എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ വേർഡ്സ് ഉപയോഗിക്കുമ്പോഴല്ലേ നമ്മള്
അത്ര തരം താഴ്ന്ന ഒരു ഇതിലേക്ക് പോണില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതെ. നമ്മുടെ സെൽഫ് റെസ്പെക്ട്, നമ്മുടെ ഡിഗ്നിറ്റി വിട്ടിട്ട് നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യില്ലല്ലോ, പറയില്ല. ആ, എപ്പോഴും ഒരു ഡിപ്ലോമാറ്റിക് വേയിലാണല്ലോ കാര്യങ്ങൾ ഡീൽ ചെയ്യേണ്ടത്. അതെ. മൂവീസിലൊക്കെ ദേഷ്യം വരുമ്പോ അവർ ഉപയോഗിക്കുന്നു. സോ ദേഷ്യം വരുമ്പോ അത് നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നത് തന്നെയാണ് നമ്മുടെ സ്റ്റെബിലിറ്റി, മെന്റൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. ദേഷ്യം വന്നപ്പോ ഞാനത് പറഞ്ഞു, അതിൽ യാതൊരു ജസ്റ്റിഫിക്കേഷനും ഇല്ല. എത്ര ദേഷ്യം വന്നാലും വി ആർ കൺട്രോളിങ് അവർ ഇമോഷൻസ് ആൻഡ് വി ആർ നോട്ട് യൂസിങ് ദിസ്. ഇപ്പൊ കുട്ടികളിൽ പൊതുവെ കോമൺ ലാംഗ്വേജിൽ അവരത് ഉപയോഗിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ച് ബെസ്റ്റ് ഫ്രണ്ടിനെ അവരത് വിളിക്കുന്നു. ദേ ആർ ഹാപ്പി വിത്ത് ദാറ്റ്. അതൊക്കെ എനിക്ക് ഭയങ്കര അതിശയമായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ അവർ തമ്മിൽ യൂസ് ചെയ്യുന്നു ആ വേർഡ്, ഭയങ്കര പ്ലഷർ ആണ് അവർക്ക് അങ്ങനെ. അപ്പൊ അതൊക്കെ അവരുടെ ഒരു കമ്മ്യൂണിക്കേഷന്റെ പ്രോബ്ലം, അവരുടെ ഡെവലപ്മെന്റിന്റെ ഒരു ഇഷ്യൂ തന്നെയാണ് അത്. ഓക്കെ ഫൈൻ. അപ്പൊ ഇതുപോലുള്ള വാല്യൂസ് കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഉള്ള പ്രോഗ്രാംസ് സ്കൂളിൽ വേണം. അത് ചിലത് ത്രൂ സബ്ജക്ട് വൈസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് വഴിയായിരിക്കും. പറഞ്ഞല്ലോ, ഞാനൊരു പ്രോഗ്രാം ഒരു സ്കൂളിൽ ചെയ്യുന്നു. മെജോറിറ്റി എന്ന് തന്നെ പറയുന്നത് 100% കോസ്റ്റൽ ഏരിയയിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. സോ ഈവൻ അവരുടെ ലാംഗ്വേജിന്റെ പ്രൊനൗൺസിയേഷൻ, ആ ടോൺ തന്നെ ആ ഒരു സ്റ്റൈലാണ്. അത് മാറ്റിയെടുക്കുന്നതിന് നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവര് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഈ ലാംഗ്വേജ്. പറഞ്ഞിട്ട് കാര്യമില്ല, ഇവരുടെ വീട്ടിലെ സിറ്റുവേഷൻ അതാണ്, അവരുടെ എൻവയോൺമെന്റ്, അവർ ജീവിക്കുന്ന ചുറ്റുപാടിൽ അങ്ങനെ തന്നെയാണ്. അപ്പൊ അവര് അത് തന്നെ ഉപയോഗിക്കും. പിന്നെ ഒരു പ്രോബ്ലം വരുന്നതെന്ന് വെച്ചാൽ ബോയ്സ് പൊതുവെ അവരെക്കാളും പ്രായം കൂടിയ ബോയ്സുമായിട്ട് കമ്പനി ആവും. സ്കൂളിൽ പഠിക്കാത്തവരായിരിക്കാം, വരുന്ന വഴിയിലെ ഏതെങ്കിലും ജംഗ്ഷനിൽ ഇങ്ങനെ കൂടി നിൽക്കുന്ന ചില ഒരു ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ, അവരുമായിട്ട് അവരെ ഇങ്ങനെ റോൾ മോഡലായിട്ട് കാണുന്നു, അവരുമായിട്ട് കൂട്ടുകൂടാനായിട്ട് ശ്രമിക്കുന്ന ഒരു പ്രവണത കാണാറുണ്ട്. അപ്പം അവൻ നോക്കുമ്പോ എന്താ, അവരിങ്ങനെ പറയണ വാക്കുകൾ റോൾ മോഡൽ അവരെയാണല്ലോ നോക്കുന്നത്. അപ്പൊ അത് തന്നെ ഇവർ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതാണ് ഒരു പ്രശ്നം. അങ്ങനെ ഈ പ്രോഗ്രാം ചെയ്ത ഒരു 2 മാസം കഴിഞ്ഞപ്പോ ആ ഗ്രൂപ്പ് ഓഫ് ബോയ്സ്, നമ്മളുടെ പ്രോഗ്രാമിൽ ഉണ്ടായിരുന്ന ആ കുട്ടികൾ, അന്ന് അവർ 8ാം ക്ലാസ്സിലാണ്, ഇപ്പൊ അവർ 9ലായി. അവർ വന്നിട്ട് നമ്മളോട് നേരിട്ട് പറഞ്ഞു. നമ്മളായിട്ട് അവരോട് നിങ്ങൾ ഇത് ഉപയോഗിക്കരുത് അങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ത്രൂ സർട്ടൻ ആക്ടിവിറ്റീസ് അവരെ റിയലൈസ് ചെയ്യിച്ചു, ദാറ്റ് ഈസ് നോട്ട് ഫെയർ എന്നുള്ളത് റിയലൈസ് ചെയ്യിച്ചു. അപ്പൊ അവർക്ക് തന്നെ ഒരു അവയർനെസ് ഉണ്ടാവുക, ഐ ഷുഡ് യൂസ് മൈ ലാംഗ്വേജ് പ്രോപ്പർലി എന്നുള്ള രീതിയിൽ അവർക്ക് തന്നെ മനസ്സിലാവും. അവർ വന്നിട്ട് പറഞ്ഞു, ഇനി ഞങ്ങൾ അങ്ങനെ ഉപയോഗിക്കില്ല, ഞങ്ങൾ മാക്സിമം ശ്രമിക്കും. ശ്രമിക്കുന്ന പറയാൻ കാരണം എന്താ, അവര് യൂസ്ഡ് ടു ആയി ആ ടൈപ്പ് ഓഫ് ടോക്കിംഗ്, അത് അവര് യൂസ്ഡ് ടു ആയി. അവർക്ക് പെട്ടെന്ന് അത് മാറ്റാൻ പറ്റുന്നില്ല, അത് അവരെ തെറ്റി പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇനി അങ്ങനെ സംസാരിക്കുകയില്ല, അതുപോലത്തെ ജസ്റ്റേഴ്സ് കാണിക്കില്ല, അങ്ങനത്തെ വേർഡ്സ് ഞങ്ങൾ ഉപയോഗിക്കില്ല എന്നവർ ഇങ്ങോട്ട് തന്നെ നമ്മളുടെ അടുത്ത് വന്ന് പറയാൻ തുടങ്ങി. ചെറിയൊരു സ്പാർക്ക് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ്. ഇത് തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മൾ ചെല്ലുന്ന ഗ്രൂപ്പ് അല്ലെങ്കിൽ നമ്മൾ ഇടപഴകുന്ന കുട്ടികളിൽ ചെയ്യുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ഫൈൻ. അപ്പം അതായിരുന്നു പറഞ്ഞത്. പിന്നെ ഞാൻ വേറെന്തോട് പറയാനായിട്ട് വന്നത്. യെസ്, അപ്പൊ അത്രയും കാര്യങ്ങള്. അപ്പൊ നമ്മൾ നമ്മുടെ കുട്ടികളെയും ഇതുപോലെ തന്നെ ദേ ഷുഡ് നോ, ഈ വേർഡ്സ് എല്ലാം അവരറിയണം. ബട്ട് അത് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതും, ആരെങ്കിലും അത് യൂസ് ചെയ്താൽ യു ഹാവ് ടു ബി കെയർഫുൾ ആൻഡ് അവരോട് അതിനനുസരിച്ച് പെരുമാറണം. ലീവ് ചെയ്യേണ്ടതാണെങ്കിൽ അവരെ ലീവ് ചെയ്ത് കൊടുക്കും. അപ്പൊ കുട്ടികൾ പൊതുവെ റോൾ മോഡൽ ആക്കുമ്പോൾ മൂവീസില് നായകൻ പറയണം അല്ലെ, അവര് ചെയ്യുന്നതൊക്കെ ഇവരിങ്ങനെ ഫോളോ ചെയ്യാനായിട്ട് നായകൻ യൂസ് ചെയ്യുന്നു ആ വേർഡ്സ്. ഒരു മൂവിയിൽ ഒരു 10-12 പ്രാവശ്യം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കുട്ടികളിലേക്ക് അത് അങ്ങോട്ട് രജിസ്റ്റർ ആവുക, അവരുടെ ബ്രെയിനിലേക്ക് അത് രജിസ്റ്റർ ആവുന്നു, അവരത് യൂസ് ചെയ്യുന്നു. ഞാനൊരു ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ അതിനകത്ത് ഒരു തെറാപ്പി ഉണ്ടായിരുന്നു, മോഡലിംഗ് എന്നായിരുന്നു തെറാപ്പിയുടെ പേര്. ഞാൻ ഒരിക്കലും എന്റെ ലൈഫിൽ ചിന്തിച്ചിട്ടില്ലാത്തൊരു കാര്യമായിരുന്നു. അതായത് നമ്മൾ ഒരാളെ കാണുമ്പോൾ അയാളെ റോൾ മോഡൽ ആക്കി അയാളെ പോലെ ആവുക എന്നുള്ള, അതായിരുന്നു തെറാപ്പിയുടെ ഉദ്ദേശം. അതായത് അയാളെ നമ്മളിങ്ങനെ മുന്നിൽ ഇങ്ങനെ വിചാരിച്ചിട്ട് അയാളുടെ ഡിസൈറബിൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ്, അയാളുടെ നല്ല ക്വാളിറ്റീസ് മുഴുവനും നമ്മൾക്ക് കിട്ടുന്നതും നമ്മളിലേക്ക് മെർജ് ആവുന്നതുമായിട്ട് നമ്മൾ അങ്ങോട്ട് അങ്ങനെ വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡായിരുന്നു. അവർ പറയണ എന്താണെന്ന് വെച്ചാൽ മോഡലിംഗ്, നമ്മൾ ഈ മോഡലിംഗ് തെറാപ്പി ശരിക്കും ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈവൻ വെയിറ്റ് ലോസ് വരെയും പറ്റും എന്നുള്ള രീതിയിലൊക്കെ പറയണ്ടായിരുന്നു. അതായത് ആ വ്യക്തി നല്ല ഫിസിക്കലി ഫിറ്റ് ആണ്, അപ്പൊ എനിക്ക് ആ വ്യക്തിയുടെ പോസിറ്റീവ് ഫീച്ചേഴ്സ് ആയ ഫിസിക്കലി ഫിറ്റ്നസ് അതെനിക്ക് വേണം എന്ന് നമ്മൾ വിചാരിച്ച് നമ്മൾ ദിവസവും അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ
ഓട്ടോമാറ്റിക്കലി നമ്മളും അതുപോലെ ആവുന്നു. അല്ലെങ്കിൽ അയാൾക്ക് എമ്പതി ഉണ്ട്, എനിക്ക് അതുപോലെ വേണം, അയാള് ഭയങ്കര ഹാപ്പിയാണ് അതുപോലെ. പക്ഷെ എന്നെ സംബന്ധിച്ച് ഭയങ്കര ടാസ്ക് ആയിരുന്നു അങ്ങനെയുള്ള ഒരു ആളെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഭയങ്കര ടാസ്ക് ആയിരുന്നു. ഒരിക്കലും ഞാനത് അഹങ്കാരാണോന്ന് എനിക്കറിയില്ല, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല വേറൊരാളെ പോലെ ആവണമെന്ന്. പക്ഷെ നമ്മളിലുള്ള പോസിറ്റീവ്സ് മനസ്സിലാക്കിയിട്ട് അത് ബെറ്റർ ആക്കുക അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഡ്രോബാക്സ് ഉണ്ടെങ്കിൽ അത് മാറ്റാൻ നോക്കുക, അല്ലാണ്ട് വേറൊരാളിൽ നിന്ന് അതിങ്ങനെ നമുക്ക് അതുപോലെ ആവണം അയാളെ പോലെ ആവണം അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അപ്പൊ അത് റൈറ്റ് ആണോ എന്ന് എനിക്കറിയില്ല, അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു അത്. അപ്പൊ ഇങ്ങനെ നമ്മൾ ലാസ്റ്റ് അപ്പൊ ഒരു 5 minutes തന്നു അങ്ങനെയുള്ള മോഡലിനെ കണ്ടുപിടിക്കാനായിട്ട്. നമുക്ക് ആരെ ഇപ്പൊ 1 2 3 പേരെ നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇപ്പൊ 3 പേരെയാണ് സെലക്ട് ചെയ്യുന്നത്. ഈ 3 പേരുടെ പോസിറ്റീവ്സ് മാത്രം നമ്മളിങ്ങനെ മനസ്സിൽ കൊണ്ടുവന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതി വെക്കാം ഓർക്കാൻ വേണ്ടിയിട്ട്. മനസ്സിൽ കൊണ്ടുവന്നിട്ട് പിന്നെ നമ്മളൊരു മെഡിറ്റേഷനാണ്. ഈ മെഡിറ്റേഷന്റെ അവർ നമുക്ക് പ്രോംപ്റ്റ് തരും. പ്രോംപ്റ്റ് തരുമ്പോൾ ഈ വ്യക്തിയുടെ പോസിറ്റീവ്സ് നമ്മളിലേക്ക് ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ വരുന്ന ഒരു കാര്യം പറയുമായിരുന്നു. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ജീസസ് ക്രൈസ്റ്റ് ഭയങ്കര സാക്രിഫൈസ് മൈൻഡ് ആണല്ലോ ജീസസ് ക്രൈസ്റ്റിനുള്ളത്. എല്ലാവരോടും സ്നേഹം, അങ്ങനെയുള്ള ഒരു എന്താ പറയാ, നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്തത്ര വളരെ നല്ലൊരു വ്യക്തി. പക്ഷെ അദ്ദേഹത്തിന് ആയുസ് കുറവായിരുന്നു അല്ലെ, പെട്ടെന്ന് തന്നെ മരിച്ചു പോകും. അപ്പൊ നമ്മൾക്കിപ്പോ എനിക്ക് ജീവിക്കണം കുറെ കൂടെ, എന്റെ ലൈഫ് സ്പാൻ കൂടുതലാണ്. അപ്പൊ ജീസസ് ക്രൈസ്റ്റിന്റെ ആ ലൈഫ് സ്പാൻ നമ്മൾ എടുക്കുന്നില്ല, നമ്മളെ സംബന്ധിച്ചത് അൺഡിസൈറബിൾ. പക്ഷെ അദ്ദേഹത്തിന്റെ സാക്രിഫൈസ്. പക്ഷെ നമുക്ക് എപ്പോ വേണമെങ്കിലും ഈ മോഡലിനെ മാറ്റാം. പക്ഷെ പിറ്റേ ദിവസം നമുക്ക് തോന്നുന്നു ജീസസ് ക്രൈസ്റ്റിനെ പോലെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ മിസ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ എനിക്കത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അപ്പൊ അങ്ങനെ നമുക്ക് ഇങ്ങനെ മോഡൽസിനെ മാറ്റി നമുക്കിത് തെറപ്പി ഇങ്ങനെ ചെയ്യാന്നാണ് അവര് പറഞ്ഞത്. അപ്പൊ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു മോഡൽ നിങ്ങൾക്കും ചെയ്തു നോക്കാം കേട്ടോ, താല്പര്യം ഉണ്ടെങ്കിൽ മോഡലിനെ സെലക്ട് ചെയ്ത്. ഞാൻ അവരോട് പറഞ്ഞു എന്റെ ഏറ്റവും വലിയ ടാസ്ക് ഒരു മോഡലിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. പിന്നെ ഞാൻ 2 പേരെ ഞാൻ സെലക്ട് ചെയ്തത്. ഒരാൾ മദർ തെരേസയായിരുന്നു, പിന്നെ ഒരെണ്ണം നേരത്തെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ആയിരുന്ന നാഗരാജ് സാറായിരുന്നു. സാർ തെലുങ്കാണ്, നമ്മുടെ പ്രോഗ്രാമിന്റെ രക്ഷാധികാരി സാറാണ്. സാറുമായിട്ട് നല്ല അടുപ്പുണ്ട്. സാർ ഇപ്പൊ ട്രിവാൻഡ്രത്താണ്. സാറിന് എനിക്ക് ഞാൻ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാന്ന് വെച്ചാൽ നമ്മളുടെ മുന്നിലിരിക്കുന്ന അത് സ്റ്റുഡൻസ് ആണെങ്കിലും ശരി, നമ്മൾ ചെന്നാലും ശരി, സാറിന്റെ ബിസി ഷെഡ്യൂളിൽ നിന്ന് നമുക്ക് വേണ്ടി ടൈം അങ്ങ് മാറ്റി വെക്കും. സാർ 1 hour ഇറ്റ്സ് ഫോർ അസ് എന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കുവാണെങ്കിൽ കറക്റ്റ് ഇപ്പൊ 10 o'clock എന്നെ വന്ന് മീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 to 11 വി വിൽ ഡിസ്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 to 11 നമ്മൾക്ക് വേണ്ടിയിട്ട് സാർ അങ്ങ് വെക്കുക. സാർ അങ്ങ് വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചോദിക്കും. നമ്മൾ പറയണത് വളരെ ആക്റ്റീവ് ലിസണിങ് ആയിരുന്നു സാറിന്റെ കമ്മ്യൂണിക്കേഷൻ, ലിസണിങ് ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിരുന്നു. അപ്പൊ എനിക്ക് മോഡലാക്കാൻ അദ്ദേഹത്തെ തന്നെയാണ് തോന്നിയത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ആക്റ്റീവ് ലിസണിങ് ആയിരുന്നു ഞാൻ എടുത്തൊരു ഡിസൈറബിൾ ഫീച്ചർ. പിന്നെ മദർ തെരേസ, ലൈക്ക് അവരുടെ സ്നേഹം, ഒരു എന്താ പറയാ, മറിയ മോണ്ടിസോറിയെ പോലെ തന്നെ പീസ് ആൻഡ് ഹാർമണി തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം, പാവങ്ങളെ സഹായിക്കുക എന്നുള്ളത്. പക്ഷെ എന്നെ സംബന്ധിച്ച് ലിമിറ്റേഷൻസ്, എനിക്കങ്ങനെ നമുക്കങ്ങനെ പാവങ്ങളെ സഹായിക്കാൻ പറ്റില്ല. പിന്നെ നമുക്കത് അറിയൂല, ആര് നമ്മളെ പറ്റിക്കും, ആര് നമ്മളെ ഏതാണ് ജെനുവിൻ അറിയില്ല. അപ്പൊ എനിക്ക് അത് വേണ്ട. ബട്ട് അവരെ പോലെ ആളുകളോട് സ്നേഹത്തോട് പെരുമാറാൻ പറ്റണം. ആ ഒരു ഡിസൈറബിൾ ഫീച്ചർ വെച്ചിട്ടായിരുന്നു ഞാൻ മോഡൽ ചെയ്തത്. സോ ദാറ്റ് ഇസ് ഇൻ അവർ ഹാർട്ട്, അത് നമ്മുടെ ഉള്ളിലുണ്ട്. പിന്നെ സംടൈംസ് നമുക്കത് ശരിയായ രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അവരെ പോലെ ആവണം, ക്ഷമ വേണം, ആരോട് ദേഷ്യം തോന്നരുത്, ലൈക്ക് അത് അങ്ങനെ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അവരെ 2 പേരെയും തന്നെ മോഡലായിട്ട് എടുത്തത്. അപ്പം യു പീപ്പിൾ ഓൾസോ ക്യാൻ ട്രൈ ദിസ് തെറാപ്പി. ഒരു ബട്ട് അതിന്റെ കൂടെ തന്നെ നമ്മളുടെ പോസിറ്റീവ്സ് ഡെവലപ്പ് ചെയ്യുക. അതിന് ആരെയും നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ പോസിറ്റീവ്സ്, നമുക്ക് റീഡിങ് എബിലിറ്റി ഉണ്ട്, നമുക്ക് പക്ഷേ വായന തടസ്സപ്പെടുന്നു. സോ വി ക്യാൻ ഇംപ്രൂവ് ദാറ്റ്. അങ്ങനെയുള്ള കുക്കിംഗ് വി ക്യാൻ ഇംപ്രൂവ് ദാറ്റ് ഓൾസോ. അതിൽ കുറെ എക്സ്പെരിമെന്റ് ചെയ്യണം, അത് ചെയ്യാം. കുട്ടികളുടെ കൂടെ കുറച്ചുകൂടി ടൈം സ്പെൻഡ് ചെയ്യണം, നല്ല അമ്മയാവണം, അല്ലെങ്കിൽ നല്ലൊരു ഫെസിലിറ്റേറ്റർ ആണ്. അതെല്ലാം നമുക്ക് ഡെവലപ്പ് ചെയ്യാലോ. അതിന് പ്രത്യേകിച്ച് ഒരാളെ റോൾ മോഡൽ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എവരി പോസിറ്റീവ് സ്പാർക്ക് ഈസ് ഇൻസൈഡ് us. നമ്മളത് കണ്ടുപിടിക്കുക, മനസ്സിലാക്കുന്നില്ല. വി ഹാവ് ടു ഫൈൻഡ് ഇറ്റ് ഔട്ട് ആൻഡ് വി ഹാവ് ടു നർച്ചർ. അതിനെ നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. ആ ഒരു തെറപ്പി ചെയ്തപ്പോൾ എനിക്ക് നിങ്ങളോട് ഇത് ഷെയർ ചെയ്യണം തോന്നി. കാരണം നമ്മളുടെ ഒരു സെൽഫ് ഗ്രോത്തിന് വളരെ
യൂസ്ഫുൾ ആയിരിക്കും. ഈവൻ ദോ അവര് പറയണെന്ന് വെച്ചാൽ ആ വ്യക്തിയെ നമ്മുടെ ഉള്ളിലേക്ക് മേർജ് ചെയ്യുക എന്നുള്ളതായിരിക്കും. ആ മേർജിങ് നടന്നില്ല. ഞാൻ അവരുടെ പോസിറ്റീവ്സ് മനസ്സിലാക്കി, അവരെ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്തു, അത് എന്നിൽ വേണമെന്നേ ആഗ്രഹിച്ചുള്ളൂ. പക്ഷെ അവരുടെ രൂപം എന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് മേർജ് ചെയ്യുക എന്നുള്ളതൊന്നും എന്നെക്കൊണ്ട് പറ്റിയില്ല. സോ അതിന്റെ മീനിങ് നമ്മൾക്കുള്ളിലുള്ളത് ഉള്ള ഒരു പവർ നമ്മൾ അറിഞ്ഞ് തിരിച്ചറിഞ്ഞ് നമ്മൾ തന്നെ ചെയ്യണം എന്ന് തന്നെയായിരുന്നു. സോ പ്ലീസ് ട്രൈ ടു ഡു ഇറ്റ്. അങ്ങനെ മേർജ് ചെയ്യണ്ട, നമ്മളെ ഇത് ഡെവലപ്പ് ചെയ്യാം. അത് ചെയ്യുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുട്ടികളുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ ഉള്ളിലെ സ്പാർക്ക് നമുക്ക് പെട്ടെന്ന് കണ്ടെത്താനും അത് ഡെവലപ്പ് ചെയ്തെടുക്കാനും നമുക്ക് പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഫെസിലിറ്റേറ്റേഴ്സിന് എല്ലാവർക്കും ഈ ഒരു ഫീൽഡിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടാകും എന്നാണ് തോന്നുന്നത്. ലൈക്ക് വി ഹാവ് ദ പവർ. നമ്മളെ അതിന് പറ്റുന്ന കുറെ ആക്ടിവിറ്റീസാണ് നമ്മൾ ചെയ്തത്. നമ്മൾക്ക് കഴിയും, വി ക്യാൻ ഡു ഇറ്റ്. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. ഓക്കെ, ബാക്കി വായിച്ചോളൂ. ആ ഫസ്റ്റ് 2 പോയിന്റ്സ് കേട്ടോ, കമ്മ്യൂണിറ്റി പ്രയറും ഹെൽത്ത് ആൻഡ് ക്ലെൻനെസ് പ്രോഗ്രാം, അത് രണ്ടും കൂടെ വായിക്കണേ. ചെറിയ പാരഗ്രാഫ് ആണ്. എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ ആർക്കെങ്കിലും? എനിത്തിങ്? ഒരു അഹങ്കാരം പറഞ്ഞ പോലെ തോന്നുന്നുണ്ടോ? ഇങ്ങനെയല്ലേ നമ്മൾ വേണ്ടത്? വേറെ ആളെ പോലെ ആവുന്നതാണോ, നമ്മളെ തന്നെ നമ്മൾ അങ്ങോട്ട് ഷൈൻ ചെയ്യിപ്പിച്ചെടുക്കുന്നതാണോ? ഏതാ നല്ലത്? നമ്മളെ നമ്മൾ ഷെയിൻ ചെയ്തെടുക്കുക. യെസ്. പിന്നെ മറ്റുള്ളവരെ നല്ല പോസിറ്റീവ് ഗുണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളിലേക്ക് പകർത്താന്നുള്ളതുണ്ട്. അതെ. ഓക്കെ, സോ 2 paragraphs. ആരുല്ലേ വായിക്കാൻ? കമ്മ്യൂണിറ്റി പ്രെയർ ഹെൽത്ത് ആൻഡ് ക്ലെൻനെസ് പ്രോഗ്രാം. ഞാൻ വായിക്കുന്നു. ഓക്കെ. Community prayer. Community prayers may be organized with care, enthusiasm, and passionate zeal. Inspiring prayer songs may be cited in community prayers and passage selected from ancient religious books may be sung by the common group. Health and cleanliness programs. The need of protection of environmental hygiene may be stressed. Peoples may the കട്ടായി പോയി പേജ്. എന്തോ സോറി ഇത് കട്ടായി പോയി. ബ്രേക്ക് ആവുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു എനിക്ക് ഇവിടുത്തെ പ്രശ്നമാന്ന് വിചാരിച്ചു. വേറെ ആരും ഒന്നും പറയാത്താരണേ എന്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ. അപ്പൊ വായിച്ചു കണ്ടിന്യൂ പ്ലീസ്. കാണുന്നില്ലേ? ഇപ്പൊ വന്നു. പേജ് കട്ടായി പോയി മാം. ഓ ഓക്കെ ഓക്കെ. The need for protection of environmental hygiene may be stressed. Pupils may be conversed with the principles of healthy and hygienic living. A small health corner in the school may be formed where the students may be trained in the practice of the personal cleanliness. Children may be encouraged to clean their rooms, furniture, and bathrooms themselves. A first aid box may be kept in a convenient place and health chart may be displayed. The need for eating nutritious and clean food and for increasing healthy food habits may be well explained. യെസ്, ഞാൻ നിങ്ങളെ കൊണ്ട് ഫസ്റ്റ് വീക്കിൽ തന്നെ പറഞ്ഞ ഒരു കാര്യമായിരുന്നു ഹൗ ടു പ്രിപ്പയർ പ്രെയർ അല്ലെ. അത് നത്തിങ് റിലീജിയസ്. നമ്മളെല്ലാരും എല്ലാരും ബ്യൂട്ടിഫുൾ ആയിട്ട് ഒട്ടും റിലീജിയസ് ആവാത്ത രീതിയിൽ തന്നെ ഒരു കോമൺ പ്രെയർ എന്നുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് സ്കൂളുകളിലും ഇതുപോലെ തന്നെയുണ്ട്. ചില സ്കൂളുകൾ അവര് ചിലപ്പോൾ കോൺവെന്റ് സ്കൂളുകളൊക്കെ ആകുമ്പോൾ അവർക്ക് അവരുടേതായ ചില പ്രേയേഴ്സ് ഉണ്ടാവും. എന്നാലും കോമൺ ആയിട്ട് ദർ ഷുഡ് ബി സംതിങ്. ആ ഒരു രീതിയിൽ പ്രെയർ ഉണ്ടായിരിക്കും. എല്ലാവരും ഒരുമിച്ച് കോമൺ ആയിട്ട് ഗ്രൂപ്പായിട്ട് അത് ഒരു കോറസ് പോലെ ഗ്രൂപ്പായിട്ട് തന്നെ അത് പ്രസന്റ് ചെയ്യാറുണ്ട്. സോ ആ പ്രെയറിൽ നിന്ന് തന്നെ കുറെ വാല്യൂസ് കുട്ടികളിലേക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെയൊക്കെ എന്റെ ഒരു സമയത്ത് കുറേ പ്രെയർ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ അത് എവറി ഡേ നമ്മൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ കുറെ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ അത് വരും. ചുമ്മാ നമ്മൾ കാണാതെ പറയുമെന്നല്ല. പക്ഷെ ആ പ്രെയർ ടൈമില് അതിൽ പറയുന്ന പലതും പല പല ദിവസങ്ങൾ കൊണ്ടായിരിക്കും. ചെറിയ ക്ലാസ്സിൽ നമുക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ലേക്ക്. പക്ഷെ പിന്നീട് കുറച്ചൊന്ന് നമ്മളൊന്ന് ഗ്രോണപ്പ് ആവുമ്പോഴേക്കും ആ പ്രെയറിലെ കണ്ടന്റ് നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങും. സോ ഒരു നല്ലൊരു ഇമ്പാക്ട്
നമ്മുടെ വാല്യൂസ് ആ കാര്യത്തിൽ ആ പ്രേരണയുണ്ട്. ഹെൽത്ത് ആൻഡ് വെൽനെസ് പ്രോഗ്രാം, ഇത് പറയുന്ന എല്ലാം ഒന്നും നമ്മുടെ നാട്ടിൽ ആപ്ലിക്കബിൾ അല്ല. കുട്ടികളെ കൊണ്ട് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യിക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പാരന്റ്സ് അവര് സമ്മതിക്കില്ല അത്. ബട്ട് they can clean the place where they are sitting, they are playing, they are keeping their books and belongings. അതെല്ലാം കുട്ടികൾക്ക് ക്ലീൻ ആയിട്ട് നോക്കാം. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് മോർണിംഗ് ആദ്യം വരുന്നവര് ക്ലാസ് റൂം ക്ലീൻ ചെയ്യുമായിരുന്നു. ഇപ്പൊ എന്ന് വെച്ചാൽ അതിനൊക്കെ സ്റ്റാഫ് ഉണ്ട്, കുട്ടികൾ അതൊന്നും ചെയ്യില്ല. പക്ഷെ ഈവൻ ദോ അവർ ക്ലീൻ ചെയ്തില്ലെങ്കിലും ഡേർട്ടി ആക്കാതെ നോക്കാനുള്ള ഒരു വാല്യൂ അവരിലേക്ക് കൊടുക്കണം. അത് വീട്ടിലും നമ്മൾ ചെയ്യിക്കണം, സ്കൂളിലും ചെയ്യിക്കണം. വീട്ടിലും നമുക്ക് അവരെ കൊണ്ട് ചെറിയ ചെറിയ ടാസ്ക് ചെയ്യിക്കാം. പക്ഷെ സ്കൂളിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ബാത്റൂംസ് ക്ലീൻ ചെയ്യാനൊക്കെ കുട്ടികളെ വിടാൻ പറ്റും. ആ ഒരു ജാപ്പനീസ് മോഡൽ സ്കൂളിന്റെ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അങ്ങനെ കണ്ടിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അതെല്ലാം കുട്ടികൾ തന്നെയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ ചെയ്യുമ്പോൾ ലേറ്റ് കമേഴ്സിന് അതിനകത്തൊരു പണിഷ്മെന്റ് നല്ലൊരു ടാസ്ക് പോലെ കൊടുക്കുന്നുണ്ട്. അവർ പിന്നെ ഉള്ള ആഴ്ച നേരത്തെ വന്നിട്ട് സ്കൂളിലെ എല്ലാ കാര്യങ്ങളും ചെയ്യണം, ക്ലാസ് റൂം എല്ലാം തന്നെ നീറ്റാക്കി വെക്കണം. നമ്മുടെ നാട്ടിൽ ഇത് നടക്കും? ഒരിക്കലില്ല. കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പാരന്റ്സ് ഭയങ്കര ഇഷ്യൂ ഉണ്ടാകും. ഈവൻ ദോ സം പാരന്റ്സിന് ഇപ്പൊ നമ്മളെ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് വി ആർ ഓക്കെ വിത്ത് ദാറ്റ്. പക്ഷെ എല്ലാരും അങ്ങനെ അതിനോട് ഓക്കെ ആവണമെന്നില്ല. സോ ലൈക്ക് പക്ഷെ കുട്ടികളിൽ ആ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കണം. ഡേർട്ടി ആക്കരുത് എന്നുള്ളത്, ടോയ്ലറ്റ് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാനുള്ളത്, ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യണം. അങ്ങനെ നെക്സ്റ്റ് ആള് പോകുമ്പോൾ ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്. ആ രീതിയിൽ തന്നെ കുട്ടികളെ ട്രെയിൻ ചെയ്യുക തന്നെ വേണം. ക്ലീൻ ഫുഡ്, പിന്നെ ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ്, ഇതെല്ലാം വെൽ എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ചാർട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസോ എല്ലാം കുട്ടികൾക്ക് കൊടുക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത്. ഇതിലൂടെ തന്നെ പല ആക്ടിവിറ്റീസും പല വാല്യൂസും അവരിലേക്ക് എത്തുകയാണ്. പിന്നെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് പ്രൊവൈഡ് ചെയ്യണം. സ്കൂളിൽ ഒരു കൺവീനിയന്റ് ആയിട്ടുള്ള പ്ലേസിൽ ഹെൽത്ത് ചാർട്ട് ഡിസ്പ്ലേ ചെയ്യണം. പിന്നെ സ്കൂളിൽ തന്നെ ഇപ്പൊ കുട്ടികൾക്ക് ഡിവോം ചെയ്യാനുള്ള ടാബ്ലറ്റ്സ് ഒക്കെ കൊടുക്കുന്നത് അല്ലെ. പിന്നെ ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കണം. ഈ പറയുന്ന കുട്ടികളിൽ മനസ്സിലാക്കണം. നല്ല നമ്മൾ ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങളോട് പറയില്ലേ, നല്ല ക്യാരറ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതുപോലെ കളർ നിൽക്കും, അല്ലെങ്കിൽ നല്ല കണ്ണാവും, നല്ല മുടി വരുന്നൊക്കെ പറഞ്ഞ ആ ഒരു പ്രായത്തില് അവരിലേക്ക് എന്താണോ എത്തേണ്ടത് ആ ഒരു രീതിയിലൊക്കെ പറഞ്ഞു കൊടുക്കും. പിന്നെ ഇവരുടെ ഇവര് പഠിക്കുന്ന സിലബസ് കണ്ടന്റിൽ ഇത് വരുന്നുണ്ട്. അപ്പോ ഇത് കാരണം എന്റെ മോൻ ഇങ്ങനെ ആ സമയത്ത് ബാലൻസ്ഡ് ഫുഡ്, അങ്ങനത്തെ എനർജി ഫുഡ് ഗ്രോ അങ്ങനെയുള്ളതൊക്കെ പഠിക്കാൻ തുടങ്ങിയപ്പോഴേക്കും വന്ന് അന്ന് പറയുമായിരുന്നു, എനിക്ക് ഇതൊക്കെ വെച്ച് തരണം, എനിക്ക് ഇത് കഴിക്കണം, ഇത് കഴിച്ചാൽ അങ്ങനെ എനിക്ക് ആരോഗ്യം ഉണ്ടാവും. അപ്പൊ അങ്ങനെ ത്രൂ ദെയർ സബ്ജക്ട്സ് ഓൾസോ വി ക്യാൻ പ്രൊവൈഡ് ദം സം വാല്യൂസ് ആൻഡ് ഇൻഫർമേഷൻസ് ഓൾസോ. സോ അങ്ങനെയുള്ള ഹാബിറ്റ്സ് എല്ലാം അവരിൽ നല്ല രീതിയിൽ തന്നെ വരണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് 2 socially useful productive work and special classroom situations. Okay. Anyone please? 5 കൂടെ വായിച്ചു, അതോടുകൂടി അത് പോയിന്റ് കഴിയുവാണ്. ചെറുതാണ്. ആരുല്ലേ? വായിക്കാൻ മടിയാണോ? മാം ഞാൻ വായിക്കാം. ഞാൻ തന്നെ പറഞ്ഞ വെറുതെ സുഖതാവണ്ടെന്ന് വെച്ചിട്ടാ. Socially useful productive work. SUPW is an integral part of the new school curriculum. Active involvement of pupils will insulate the values such as dignity of labor, cooperation, and mutual help. Special classroom situations. In the course of teaching subjects like social studies, language, and science, the teacher should emphasize ideas regarding values such as unity of religion, national integration, scientific temper, and citizenship. Cultural and recreational activities. Pupils may be aided to develop artistic talent and skills. The undermentioned occasion may be utilized for the purpose. Okay, SUPW, socially useful productive work. നമ്മുടെ സ്കൂളുകളിലും കാളും കൂടുതൽ ഈ പുറത്തിപ്പോ ജപ്പാൻ, ചൈന അങ്ങനെ അവിടെയൊക്കെ അത് കൂടുതലായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞത് സ്കൂൾ കരിക്കുലത്തിന്റെ ഒരു മെയിൻ പാർട്ട് തന്നെയാണ്, ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു പാർട്ട് തന്നെയാണ്. കുട്ടികളെ എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ചെയ്യിക്കുക.
ഇത് പ്രാക്ടിക്കൽ സ്കിൽസ് അത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് എഡ്യൂക്കേഷൻ. അതായത് നമ്മളിപ്പോ പുസ്തകം പഠിച്ചുള്ള പഠനമല്ലാതെ തന്നെ ലൈഫ് വർക്ക് അതിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിൽ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ SUPWന്റെ എയിം എന്ന് പറയുന്നത്. അവരുടെ ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യുന്നു, പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നു, പല ലൈഫ് സ്കിൽസും ഡെവലപ്പ് ചെയ്യുന്നു കുട്ടികളിൽ, പല രീതിയിലുള്ള ലൈഫ് സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നു, വാല്യൂസ് ഡെവലപ്പ് ചെയ്യുന്നു, മോറൽസ് ഡെവലപ്പ് ചെയ്യുന്നു, ലൈക്ക് മാനേഴ്സ്, എങ്ങനെ സംസാരിക്കണം, ഈവൻ ദോ ഒരു പബ്ലിക്കിനെ അഡ്രസ് ചെയ്യുവാണെങ്കിൽ തന്നെയും എങ്ങനെയായിരിക്കണം ആ സ്പീച്ച് വരുന്നത്, അവരുടെ ആ കമ്മ്യൂണിക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെയുള്ളതെല്ലാം എൻകറേജ് ചെയ്യുന്നു. നേരത്തെ ആ മോഡലിംഗ് പറഞ്ഞ സമയത്ത് ഈ മഹാത്മാഗാന്ധി ഗാന്ധിജീനെ കുറിച്ചിട്ടൊരു പോയം, വള്ളത്തോൾ എഴുതിയ പോയമാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ക്രിസ്തുദേവന്റെ പരിത്യാഗം, അങ്ങനെ ബുദ്ധദേവന്റെ അഹിംസയും, അങ്ങനെ കുറെ ക്വാളിറ്റീസ് ഒരുമിച്ച് ഒരു മനുഷ്യനുള്ളതാണ് മഹാത്മാഗാന്ധി എന്നൊക്കെ പോയ പഠിച്ചിട്ടില്ലേ. സ്കൂളുകളിലും ഗാന്ധിജിയുടെ മോറൽസ് ആൻഡ് വാല്യൂസ് അത് കുട്ടികളിലേക്ക് എത്തിക്കണം എന്നാണ് പറയുന്നത് ത്രൂ ദിസ് SUPW. ഒരു സെൽഫ് ബൂസ്റ്റിങ്ങും കൂടിയാണ്. പിന്നെ ഇത് ഒരു ഡിപ്പെൻഡൻസി അത് കുറയും, അവർ വളരെ ഇൻഡിപെൻഡന്റ് ആവാൻ തുടങ്ങും, അവരുടെ പ്രാക്ടിക്കൽ നോളജ് കൂടുന്നു, ക്രിയേറ്റീവ് സ്കിൽസ് കൂടുന്നു, ലൈഫ് സ്കിൽസ് എല്ലാം കൂടും. കുട്ടികൾ അങ്ങനെയുള്ള അതാണ് പല സ്കൂളിലും എക്സ്ട്രാ പല ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ചിലപ്പോൾ അതൊരു അവയർനെസ് ക്ലാസ് കൂടി ആയിരിക്കാം, എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസിലൂടെ ആയിരിക്കും. ഞാൻ ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഇതിന്റെ ഭാഗമാണ് SUPW. അത് എല്ലാ കുട്ടികളിലേക്ക് എത്തിയില്ലെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളിൽ ചെയ്തിട്ട് അവരിൽ നിന്നും ഹോൾ സ്കൂളിലേക്ക് അത് കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് നമ്മളുടെ ഒരു സ്കൂൾ എൻവയോൺമെന്റിൽ ഈ പ്രോഗ്രാം നടത്തുക എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള ചലഞ്ചസ് നമുക്ക് ഉണ്ടാവും. പലപ്പോഴും ഇവരുടെ അക്കാദമിക്സ് ടീച്ചേഴ്സ് പൊതുവെ അവർക്ക് അവരുടെ അവർ പോകുന്നു, അവർക്ക് അതെങ്ങനെങ്കിലും മാനേജ് ചെയ്യണം, എത്രയും പെട്ടെന്ന് പോർഷൻ തീർക്കണം, ആ ഒരു ആറ്റിറ്റ്യൂഡ് പലപ്പോഴും നമുക്ക് അവിടുത്തെ ഇന്റേണൽ സ്റ്റാഫിൽ നിന്നും, നമ്മൾ പുറമേന്ന് പോകുന്നവരല്ല, എക്സ്റ്റേണൽസ് ആണ്, അപ്പൊ അവരിൽ നിന്നുള്ള സപ്പോർട്ട് കിട്ടാതെ വരുമ്പോൾ ഇങ്ങനെയുള്ള പ്രോഗ്രാമിന് പലപ്പോഴും ബ്ലോക്കിംഗ് സംഭവിക്കാതെ വരും. ഇപ്പോഴത്തെ കുട്ടികൾ നല്ലപോലെ റെഡിയായി വരും അവര്, പക്ഷെ ഇങ്ങനെയുള്ള സർട്ടൻ ചലഞ്ചസ് കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ടിലേക്ക് എത്തിക്കുക വളരെ ബുദ്ധിമുട്ടായിട്ട് വരും. ക്രിയേറ്റിവിറ്റി, ഇന്നോവേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ക്രാഫ്റ്റ് വർക്ക് ഒക്കെ ഇതിലൂടെ ചെയ്യിപ്പിക്കും. പേപ്പർ വർക്കുകൾ ഉണ്ടല്ലോ അത്, പിന്നെ ഗാർഡനിങ്, പിന്നെ ചില സ്കൂളുകളിൽ ബുക്ക് ബൈൻഡിങ്, ബുക്ക് കവറിങ്, പിന്നെ എൻവലപ്പ് മേക്കിംഗ്, ക്ലേ മോഡലിംഗ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യിക്കും. പിന്നെ കമ്മ്യൂണിറ്റി വർക്ക് സൈറ്റ്സ്, ഓൾഡ് ഏജ് ഹോം, അങ്ങനെയുള്ള ഇവിടെ എല്ലാം കുട്ടികളെ വിസിറ്റ് ചെയ്യിക്കാനായിട്ട് കൊണ്ടുപോകും. പിന്നെ കമ്മ്യൂണിറ്റി സർവീസ് പ്രോഗ്രാംസ്, NSS ക്യാമ്പ് നടത്തുന്ന പോലത്തെ അങ്ങനെയുള്ള ഇതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കും. പിന്നെ ഹെൽപ്പിംഗ് അതേഴ്സ്, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ. പിന്നെ ചില വലിയ സ്കൂളിലെ കുട്ടികൾ ഈ ചെറിയ സ്കൂളുകളിലൊക്കെ ചെന്നിട്ട് നഴ്സറി പോലത്തെ ചെറിയ LP സ്കൂളിലൊക്കെ ചെന്നിട്ട് വാൾ ഡെക്കറേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ. അങ്ങനെയുള്ള ക്യാമ്പുകളും വിസിറ്റും ഒക്കെ നടത്തുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു മെയിൻ ഉദ്ദേശം SUPWന്റെ. പിന്നെ കുട്ടികൾ പല സബ്ജക്ട്സും പഠിക്കുന്നുണ്ട്, ലൈക്ക് അപ്പം സോഷ്യൽ സ്റ്റഡീസ്, ലാംഗ്വേജ്, സയൻസ്. അപ്പൊ ടീച്ചർ എപ്പോഴും ആ ബുക്കിൽ പറയുന്ന അതേ വരികൾ പറയാതെ അല്ലാതെ പല വാല്യൂസും അതിലൂടെ വരുന്നപ്പോൾ വാല്യൂസ് എല്ലാം എംഫസൈസ് ചെയ്യണം. അപ്പൊ നമ്മള് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇപ്പൊ സോഷ്യൽ സയൻസ് പഠിക്കുമ്പോൾ അതിലെ ഹിസ്റ്ററി പാർട്ടിൽ പലപ്പോഴും ഫ്രീഡം ഫൈറ്റും അതിലേക്ക് വന്ന കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷെ അന്ന് എങ്ങനെ പഠിച്ചു പോയിന്നേ ഉള്ളൂ, ജസ്റ്റ് പരീക്ഷ എഴുതാൻ വേണ്ടി പഠിച്ച പോലെ ആയിപ്പോയി. അതിലേക്ക് കൂടുതൽ ഇൻട്രസ്റ്റോട് കൂടി അത് ശ്രദ്ധിച്ചിരുന്നില്ല സത്യം പറയുകയാണെങ്കിൽ. കോവിഡ് സമയത്ത് ഇങ്ങനെ ഒരു ഓൺലൈൻ ആപ്പിൽ ട്യൂഷൻ എടുക്കുന്ന സമയത്ത് എല്ലാ സബ്ജക്റ്റിനും ട്യൂഷനും വേണ്ടത്, അങ്ങനെ സ്കൂളിൽ ഓൺലൈൻ ആയിട്ടിരുന്നല്ലേ സ്കൂളിന്റെ ക്ലാസ്സസ് കേൾക്കുന്നത് കുട്ടികൾ കൂടുതലും. ഈ സ്റ്റേറ്റിൽ പഠിക്കുന്ന പല കുട്ടികളും ഓൺലൈൻ ട്യൂഷന് കയറുന്നിരുന്നു, കാരണം അവർ സ്കൂൾ ക്ലാസ് ശ്രദ്ധിക്കില്ല. അവർക്കെല്ലാം കോമൺ ആയിട്ടൊരു ചാനലിലൂടെ ആയിരുന്നില്ലേ ക്ലാസ്സസ് വരുന്നത്. അവരതിൽ കയറാതെ ഇതുപോലെ ട്യൂഷൻ, പാരന്റ്സ് അവരെ ട്യൂഷന് ചേർക്കും, അതും ഓൺലൈൻ ആയിട്ടില്ല. അങ്ങനെ വന്ന കുട്ടികൾ ഉണ്ടായിരുന്നു. 10th ഒരു കുട്ടിയെ സോഷ്യൽ സ്റ്റഡീസ് പഠിപ്പിച്ചു.
ഇങ്ങനെ പഠിപ്പിച്ചപ്പോൾ ഞാൻ ടെക്സ്റ്റ് ഇങ്ങനെ വായിച്ച സമയത്ത് കൂടുതൽ ഡീറ്റെയിൽസ് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തു. അപ്പൊ ആ കുട്ടി ഇങ്ങനെ ഫ്രീഡം ഫൈറ്റും ഫ്രീഡം അതിന്റെ ആളുകളെ അതിന് വേണ്ടിയിട്ട് പോരാടിയ ആൾക്കാരെ പറ്റിയൊക്കെ പറഞ്ഞപ്പോ അപ്പൊ ശരിക്കും ഇമോഷണലി വല്ലാതെ ഫീൽ ചെയ്തു. അത് എനിക്ക് ഞാൻ 9th പഠിച്ചപ്പോഴോ 10th പഠിച്ചപ്പോഴോ എനിക്ക് വരാത്ത സാധനം ഞാൻ ആ കുട്ടിയെ പഠിപ്പിച്ചപ്പോ എനിക്ക് വന്നു. അപ്പൊ നമ്മൾ അത്രയും അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് വേറൊരാളെ പഠിപ്പിക്കാനാണല്ലോ. അപ്പൊ നമുക്ക് ചുമ്മാ നോക്കിയിട്ട് പോകാൻ പറ്റില്ല. കംപ്ലീറ്റ് അതിന്റെ പുറകിലെ ഹിസ്റ്ററി കഥകളെല്ലാം വായിച്ച് ഇങ്ങനെ ഈ കുട്ടിക്ക് ഷെയർ ചെയ്ത് കൊടുത്തപ്പം അപ്പൊ എനിക്കത് ഭയങ്കര ഒരു ഫീലിങ്സ് ആയിരുന്നു. ഭയങ്കര കണ്ണൊക്കെ നിറഞ്ഞു വരുന്ന രീതിയിൽ നമ്മളത് ഉൾക്കൊണ്ട് ചെയ്തപ്പോൾ അത് അങ്ങനെ വരും. അപ്പൊ ടീച്ചർ എപ്പോഴും എംഫസൈസ് ചെയ്യണം അതിലൂടെ എന്തെല്ലാം വാല്യൂസ്. കാരണം കുട്ടികളെ അപ്പൊ അവിടെ ഒരു അവയർനെസ് കൊടുക്കുക. ഇത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളുടെ മുമ്പിട്ടായിരുന്ന ആളുകൾ, ഗാന്ധിജി ആണെങ്കിലും നെഹ്റു ആണെങ്കിലും ഭഗത് സിംഗ് ആണെങ്കിലും അവര് അത്രയുമൊക്കെ സാക്രിഫൈസ് ചെയ്ത് സഫർ ചെയ്തിട്ടാണ് നമ്മൾക്ക് ഇപ്പോഴുള്ള ഫ്രീഡം. അതിന് നമ്മൾ വാല്യൂ കുറച്ച് കാണിക്കരുത്, ഇറ്റ് ഹാസ് വാല്യൂ, അങ്ങനെയുള്ള രീതിയിൽ കുട്ടികളിലേക്ക് എത്തിക്കണം എന്നാണ് പറയുന്നത്. ചില ടീച്ചേഴ്സിന് അത് ഭയങ്കര ഒരു കഴിവായിരിക്കും. നമ്മളന്ന് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ സബ്ജക്ട് എടുത്തു പോയി, അതിനെപ്പറ്റി നമ്മൾ ശ്രദ്ധിച്ചിട്ടുമില്ല. മേ ബി പലപ്പോഴും സ്കൂളിലെ ഫ്ലാഗ് ഹോസ്റ്റിങ്ങിനും ചില സമയത്ത് പോവില്ല. അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിന് പോകും. നമ്മുടെ ഫ്ലാഗ് കാണുമ്പോൾ നമുക്ക് അത്രയും റെസ്പെക്ട് എല്ലാം നമുക്ക് തോന്നും. പിന്നെ നമുക്ക് പലപ്പോഴും റിലീജിയന്റെ വാല്യൂസ്, എല്ലാ റിലീജിയനിലും അവരുടെ വാല്യൂസ് എല്ലാത്തിനെയും നമുക്ക് റെസ്പെക്ട് ചെയ്യുന്ന ആ രീതിയിൽ വേണം ഈ ക്ലാസ് റൂം സിറ്റുവേഷൻസ്. അത് ആ രീതിയിൽ തന്നെ ഒരു സ്പെഷ്യൽ ക്ലാസ് റൂം സിറ്റുവേഷൻ തന്നെ അവിടെ ക്രിയേറ്റ് ചെയ്ത് കുട്ടികളിലേക്ക് ആ ഒരു നാഷണൽ ഇന്റഗ്രേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കണം എന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ സിറ്റിസൺഷിപ്പ്, ഇന്ത്യൻ ആണ് അതിന്റെ ഒരു പ്രൗഡ്, അത് അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. പിന്നെ സയന്റിഫിക് ടെമ്പർ, അതായത് സയന്റിഫിക് ടെമ്പർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ് ആണ്. ലൈഫിന്റെ ഒരു വേ തന്നെയാണ്. ദാറ്റ് ഇൻവോൾവ്സ് അപ്ലൈയിങ് സയന്റിഫിക് മെത്തേഡ്സ്. അതായത് നമ്മുടെ എവറിഡേ ലൈഫിൽ സയന്റിഫിക് മെത്തേഡ് അപ്ലൈ ചെയ്യണം. അതായത് അപ്ഡേറ്റ് ചെയ്യുക. പുതിയ കാര്യങ്ങൾ വരുന്നത് നമ്മുടെ എവറിഡേ ലൈഫിൽ അതിന്റെ ഇമ്പോർട്ടൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനെപ്പറ്റി മനസ്സിലാക്കുക, പഠിക്കുക എന്നുള്ളത്. കാരണം കറണ്ട് അഫയേഴ്സ്, ജനറൽ നോളജ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ പുതിയത് വരുമ്പോൾ അതിന് ന്യൂസ് റീഡിങ്, പത്രം വായിക്കണം, ന്യൂസ് കേൾക്കണം. ഓരോ ലോകത്തിന്റെ പല ഭാഗത്ത് ഉണ്ടാകുന്ന സയന്റിഫിക് ആയിട്ടുള്ള ഡെവലപ്മെന്റിനെ കുറിച്ചെല്ലാം കുട്ടികളിലേക്ക് ആ ഒരു അറിവ് വരും. സയന്റിഫിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് നല്ലപോലെ മനസ്സിലാക്കുക. അതിനെ സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത്. അപ്പൊ ബീയിങ് ഓപ്പൺ മൈൻഡഡ് ആവും. എല്ലാ കാര്യങ്ങളും അങ്ങനെയുള്ളതായുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കുട്ടികൾ ഡിസ്കസ് ചെയ്യാനായിട്ട് തുടങ്ങും. പുതിയതായിട്ട് വരുന്ന ഫാക്ട്സ്, അതിന്റെ എവിഡൻസ് അതെല്ലാം ആക്സെപ്റ്റ് ചെയ്യും. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതവര് ഡൗട്ട് ചോദിക്കും, ക്വസ്റ്റ്യൻ ചോദിക്കും, പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ വരുമ്പോൾ. ഓക്കെ, ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. നെക്സ്റ്റ് കൾച്ചറൽ ആൻഡ് റിക്രിയേഷണൽ ആക്ടിവിറ്റീസ്. നമുക്കറിയാം ഇപ്പൊ ഒരു ഒക്ടോബർ ആവാറായി. സോ പല സ്കൂളുകളിലും ആർട്സ് ഫെസ്റ്റിവൽ അങ്ങനത്തെ പല കാര്യങ്ങളും വരാനുള്ള, ആർട്സ് ഫെസ്റ്റിവൽ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ആനുവൽ ഡേക്കുള്ള ഒരു പ്രിപ്പറേഷനും അതൊക്കെ തുടങ്ങും. ഒരു ഫെബ്രുവരി, നവംബർ, മാർച്ച് എക്സാമിന് മുമ്പ് അതൊക്കെ ആക്കാനായിട്ട് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ തുടങ്ങും. പിന്നെ ആർട്സ് ഫെസ്റ്റിവൽ ഉണ്ടാവും കുട്ടികളുടെ സ്കൂളിൽ. അതുപോലെയുള്ള സ്പോർട്സ് ആക്ടിവിറ്റി, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, പലരുടെയും ടാലന്റും സ്കിൽസും എല്ലാം ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ പല ഒക്കേഷൻസും ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓണം സെലിബ്രേഷൻ ഒക്കെ വരുമ്പോൾ കുട്ടികൾ പൂക്കളം ഇടുന്നു, അതിന്റെ ഇമ്പോർട്ടൻസ്. ആ ഓണം അത് വരുമ്പോ, പിന്നെ ക്രിസ്മസ് ആവുമ്പോൾ അങ്ങനെ സ്കൂളുകളിൽ ചിലപ്പോൾ പുൽക്കൂടോ അല്ലെങ്കിൽ അങ്ങനെ. പിന്നെ ഈവൻ ഡ്രസ്സിൽ തന്നെ അതിന്റെ വ്യത്യാസങ്ങളൊക്കെ ചെയ്യിക്കും. പിന്നെ ചില സ്കൂളുകളിൽ രംഗോളി കോമ്പറ്റീഷൻ പോലെ ചെയ്യും. ഈവൻ ദോ നോർത്തിലാണ് അത് കൂടുതലായിട്ട് ചെയ്യുന്നെങ്കിലും നമ്മൾ ചിലപ്പോൾ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതിന്റെ ഒരു കോമ്പറ്റീഷൻ പോലെ വെക്കാം. സോ അങ്ങനെ കളർ യൂസ് ചെയ്ത് പൂക്കളം ഇടുന്ന പോലെ, ഫ്ലവർ കാർപ്പറ്റ് ചെയ്യുന്ന പോലെ തന്നെ അവര് കളേഴ്സ് യൂസ് ചെയ്തിട്ടും അങ്ങനെ ചെയ്യാം. അതൊരു കോമ്പറ്റീഷൻ ആയിട്ട് എടുക്കാം. ചില സ്കൂളുകൾ ഹോളി അങ്ങനെ അത് ആഘോഷിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് കൾച്ചറും ട്രഡീഷൻസും മനസ്സിലാക്കാനും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പഠിക്കുന്നുണ്ട്. ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അന്നെല്ലാം മിക്കവരും ഹോസ്റ്റലിലാണല്ലോ എഞ്ചിനീയറിംഗ് പഠിച്ച സമയത്ത്. അപ്പൊ ഈ നോമ്പ് വരുമ്പോ, പെരുന്നാള് നോമ്പ് വരുമ്പോഴേക്കും
വൈകുന്നേരം ആകുമ്പോ ഇഫ്താർ വിരുന്നുണ്ടാവും. അങ്ങനെ ഇവരെല്ലാരും കൂടെ ഗ്രൂപ്പായിട്ട് എവിടെയെങ്കിലും ഒരിടത്ത് കോളേജിലെ പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാരും ഇഫ്താർ വരുന്ന എവിടെയെങ്കിലും അവർ അറേഞ്ച് ചെയ്ത് ഒരുമിച്ച് എല്ലാരും കൂടെ ഭക്ഷണം കഴിക്കണതും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഇതിന്റെ കൂടെ ഓപ്പറേറ്റിംഗ് സ്കൂൾ ആനിവേഴ്സറീസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സ്പോർട്സ് ഡേയ്സ് അങ്ങനെയുള്ളത്, കൾച്ചറൽ ഫെസ്റ്റിവൽസ് ലൈക്ക് ഓണം സെലിബ്രേഷൻ, ക്രിസ്മസ് സെലിബ്രേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ, ആർട്ട് എക്സിബിഷൻസ് നടത്താം. ചില സ്കൂളുകളിൽ ബുക്ക് എക്സിബിഷൻ നടക്കാറുണ്ട്. പിന്നെ മ്യൂസിക്കൽ പെർഫോമൻസസ് നടക്കാം. ലിറ്ററസി ചിലടത്ത് മലയാളം ക്ലബ്, സോഷ്യൽ ക്ലബ് അങ്ങനെ പല പല ക്ലബ്ബുകൾ ഉണ്ടാവും. അപ്പൊ ഓരോ ക്ലബിനെയും അസോസിയേറ്റ് ചെയ്ത് പല പ്രോഗ്രാംസ് അവർ ചെയ്യാറുണ്ട്. പിന്നെ inspired students to participate in hobbies, games, sports, dramas, folk dances. പിന്നെ സ്കൂളിൽ നിന്ന് നല്ലപോലെ ചെയ്യുന്നവരെ സെലക്ട് ചെയ്തിട്ട് സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട് ലെവലില്, സബ് ഡിസ്ട്രിക്ട്, പിന്നെ സ്റ്റേറ്റ് ലെവൽ അങ്ങനെയൊക്കെ പോവാം. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ട്. പിന്നെ അത് തന്നെ പറഞ്ഞ ഇന്റർ ആസ് വെൽ ആസ് ഇന്റർ സ്കൂൾ കോമ്പറ്റീഷൻസ് ഇൻ ഡിഫറെന്റ് ഏരിയാസ് അങ്ങനെ പോവാറുണ്ട്. നെക്സ്റ്റ് വൺ 6th one ആരെങ്കിലും വായിച്ചു. സിറ്റിസൺഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം. യെസ് പ്ലീസ്. Citizenship training program. The pupils may be imparted adequate training in citizenship and other civic virtues. The following measures may be implemented: regularly organizing school assembly, hoisting the national flag and singing the national anthem. Organizing mock parliament and debates on local and national problems, arranging trips to places of cultural, religious, and historic importance, celebrating national festivals, Republic Day, Independence Day, World Environment Day, establishing pre-friendship club and cooperative societies. യെസ്. സ്കൂളിലെ അസംബ്ലി അത് ദിവസവും ചെയ്യുന്ന സ്കൂളുകളുണ്ട്. മഴയാണെങ്കിൽ മാത്രം, അങ്ങനെ ഓപ്പൺ പ്ലേസിലാണെങ്കിൽ മഴയാണെങ്കിൽ ചെയ്യാറില്ല. ക്ലോസ്ഡ് സ്പേസ് ഉണ്ടെങ്കിൽ അങ്ങനെയും അവർ ചെയ്യും. ആ അസംബ്ലിയിൽ തന്നെ പല കാര്യങ്ങൾ പറയും. തോട്ട് ഓഫ് ദ ഡേ, ന്യൂസ്, അങ്ങനെ പല ഓരോ സ്കൂളും ഓരോ ആക്ടിവിറ്റീസ് പ്രസന്റ് ചെയ്യാറുണ്ട്. പിന്നെ ഏതെങ്കിലും കുട്ടികൾ ഏതെങ്കിലും ലെവലിൽ എന്തെങ്കിലും അച്ചീവ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു അപ്രൈസൽ ആ അസംബ്ലിയിൽ ചെയ്യിക്കും. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നാഷണൽ ഹോളിഡേയ്സ് ലൈക്ക് റിപ്പബ്ലിക് ഡേ, ഇൻഡിപെൻഡൻസ് ഡേ, ആ സമയത്തെല്ലാം നാഷണൽ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യും. നാഷണൽ ആന്തം എവരി ക്ലാസ് കഴിയുന്ന സമയത്ത് ഈ നാഷണൽ ആന്തം ഉണ്ടാവാറുണ്ട്. ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യുമ്പോൾ അതിന് ശേഷവും ചെയ്യാറുണ്ട്. പിന്നെ മോക്ക് പാർലമെന്റ് സ്കൂളിൽ തന്നെ ഇലക്ഷൻ നടത്തുകയും ചെയ്യും. അതുപോലെ തന്നെ മോക്ക് പാർലമെന്റ് നടത്താറുണ്ട്. പിന്നെ ചില ഡിബേറ്റ്സ്, ഡിസ്കഷൻസ്, എന്താ പറയാ, ലോക്കൽ ആൻഡ് നാഷണൽ പ്രോബ്ലംസ് അങ്ങനെയൊക്കെ വെച്ചിട്ട് കുട്ടികളിലെ ഡിബേറ്റുകൾ നടത്താറുണ്ട്. പിന്നെ ട്രിപ്പ്, വൺ ഡേ പിക്നിക് പോലെ ചെയ്യാറുണ്ട്. അല്ലാതെ 2-3 days വലിയ കുട്ടികൾക്ക് അങ്ങനെയും പോകാറുണ്ട്. കൾച്ചറൽ, റിലീജിയസ് ആൻഡ് ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക്. നമ്മുടെ നാട്ടിൽ അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ട്, മോണ്യുമെന്റ്സ് ഉണ്ട്. അങ്ങനെയെല്ലാം അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടും അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാനും അതിന്റെ പുറകിലുള്ള പല ഹിസ്റ്ററി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ട്രിപ്പ് ചെയ്യാറുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ സെലിബ്രേറ്റിംഗ് നാഷണൽ ഫെസ്റ്റിവൽസ്, റിപ്പബ്ലിക് ഡേ, ഇൻഡിപെൻഡൻസ് ഡേ, വേൾഡ് എൻവയോൺമെന്റ് ഡേ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആഘോഷിക്കാറുണ്ട്. കുട്ടികൾ ചാർട്ട് പേപ്പർ ഒക്കെ പ്രിപ്പയർ ചെയ്തൊക്കെ പോകുമല്ലോ. വേൾഡ് എൻവയോൺമെന്റ് ചിലപ്പോ ചില സ്കിറ്റ് പോലെയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ടാവും ചില സ്കൂളുകളിൽ. അവിടെ നിന്ന് നമുക്ക് പല കാര്യങ്ങളും പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ലൈക്ക് പിന്നെ പല രീതിയിലുള്ള ക്ലബ്ബ് അതൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാറുണ്ട്. ചില സ്കൂളുകളിലൊക്കെ കണ്ടിട്ടുണ്ട് ലാംഗ്വേജ് ക്ലബ് എന്നൊക്കെ പറഞ്ഞിട്ട്
സയൻസ് ക്ലബ്, സോഷ്യൽ ക്ലബ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കാണാം. അവർ ഓരോരുത്തരുടെ രീതിയിൽ അതിനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വൺ സോഷ്യൽ സർവീസസ് പ്രോഗ്രാംസ്, NSS ക്യാമ്പുകൾ, അതുപോലെ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വായിച്ചോളായിരിക്കണം. അതോടുകൂടി നമ്മുടെ ആ യൂണിറ്റ് തീരെയാണ്. അപ്പൊ നിങ്ങളിപ്പോ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോഴേക്കും ആ പോകുന്ന സ്കൂളിൽ ഇതുപോലുള്ള ഇതുമായിട്ട് നമ്മളുടെ ഈ ഒരു ടോപ്പിക്കുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ അവിടുത്തെ ആക്ടിവിറ്റീസ് എന്തെല്ലാമാണെന്നൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സോ ദാറ്റ് യു ക്യാൻ ഷെയർ ഇൻ ദ ക്ലാസ്. ഞാൻ വായിക്കാം. Yes, please. Social service program. Social service activity promotes social belongingness, social cohesion, and social well-being. The following activities may be organized for the purpose: organization of literacy campus in rural areas, slum areas, rendition voluntary service during local festival, organizing camp for highlighting the importance of environmental hygiene, participating in minor creation, working and outside the school like laying out roads, gardens, whitewashing, etc. Organizing public recognition campings, environmental pollution, its evils of dowry, etc. ചില സ്കൂളുകൾ ഇങ്ങനെ സ്ട്രീറ്റ് പ്ലേ പോലെ ചെയ്യാറുണ്ട്. ചില മെസ്സേജസ് ആളുകളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് തെരുവ് നാടകം പോലുള്ളത്, ഫ്ലാഷ് മോബ് ചെയ്യാറുണ്ട്. പിന്നെ സ്കൂളിൽ തന്നെ ഏതെങ്കിലും കുട്ടിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റാഫിനോ എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂസ് വന്നോ ഭയങ്കരമായ ട്രീറ്റ്മെന്റിന് വേണം, അപ്പൊ അവര് അതിന് വേണ്ടിയിട്ട് ചില ആക്ടിവിറ്റീസ് ചെയ്യും. ഇൻസൈഡ് സ്കൂളും ചെയ്യും, ഔട്ട്സൈഡ് സ്കൂളും ചെയ്യും. ചില കുട്ടികൾ ഈ പറയുന്ന ഓണമൊക്കെ ആയി വരുമ്പോൾ ഓന്റെ സ്കൂളിലൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ കുറെ പേർക്ക് കിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് അവര് ഇങ്ങനെ എല്ലാവരും അരി വാങ്ങിച്ചുകൊണ്ട് വന്ന അരി മാത്രമല്ലല്ലോ നമുക്ക് ആവശ്യം വരിക. അപ്പൊ അതിനനുസരിച്ച് ഓരോ കുട്ടിയും എന്ത് കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് നമ്മൾ ഇൻഫോം ചെയ്യും. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് അവർ പറയുന്ന ഡേറ്റിൽ അത് കുട്ടിയുടെ കയ്യിൽ കൊടുത്തു വിട്ടാവും. ഓനെങ്ങാണ്ട് 2 kg റൈസും 100 gram ഘീയുമായിരുന്നു, നെയ്യുമായിരുന്നു. അപ്പൊ അങ്ങനെ അങ്ങനെ ഓരോ കുട്ടികൾ, ചില കുട്ടികൾക്ക് പരിപ്പ്, അങ്ങനെ ഓരോന്നൊക്കെ ആയിരുന്നു, പയറ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതുപോലെ അങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് അങ്ങനെ അത് ഓരോ പ്രത്യേകം കിറ്റുകളാക്കിയിട്ട് ഈ പറയുന്ന ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഓണമായപ്പോഴേക്കും. അപ്പൊ സ്കൂളിലെ ഓണം സെലിബ്രേഷൻ മാത്രമല്ല, വി ഹാവ് ടു ഡു ദിസ് ടൈപ്പ് ഓഫ് സർവീസ് ഓൾസോ എന്നുള്ള രീതിയിൽ അതൊരു വാല്യൂ കുട്ടികളിൽ എത്തുകയാണ്. പിന്നെ അവരുടെ സ്കൂളിൽ ഇങ്ങനെ ബസ്സിൽ വരുന്ന ഈ ആന്റിമാരുണ്ടല്ലോ, പ്രായമാര്, അതിന് ഒരാൾക്ക് ഇങ്ങനെ സുഖമില്ലാതായി, ക്യാൻസർ എന്തോ വന്നു. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അത് ഇങ്ങനെ മെസ്സേജ് വരും, ഇങ്ങനെ കാര്യമുണ്ട്, പറ്റുന്ന പോലെ ചെയ്യുക. എത്ര എമൗണ്ട് ഒന്നുമില്ല, നമ്മൾ അതിനനുസരിച്ച് പറ്റുന്ന പോലെ കുട്ടികളുടെ കയ്യിൽ കൊടുത്തു വിടും. അപ്പൊ അങ്ങനെയുള്ള പല ആക്ടിവിറ്റീസും കുട്ടികൾക്ക് അതൊരു, അപ്പൊ ഞാൻ ഇങ്ങനെ എമൗണ്ട് നമ്മളായിട്ട് കൊടുക്കില്ല. അപ്പൊ എന്താണ് ഇൻസിഡന്റ് എന്ന് കുട്ടിക്ക് അറിയാലോ. ഞാൻ അവരോട് ചോദിക്കും, ലൈക്ക് എത്രയാ കൊടുക്കണ്ടേ എന്ന് ചോദിക്കും. അപ്പൊ അവർ ഇന്നസെന്റ് ആണല്ലോ, അവരിങ്ങനെ പറയും ഇത്ര കൊടുക്കാം, അത് അമ്മ തരണ്ട, ഞാൻ എന്റെ പോക്കറ്റ് മണിയിൽ എടുത്തോളാം. ആ രീതിയിൽ അവരങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നമുക്കൊരു സന്തോഷം. നമുക്ക് നമ്മളായിട്ട് എടുത്തു കൊടുക്കുന്നതിൽ വിഷമമൊന്നുമില്ല. പക്ഷെ ഇഫ് ദേ ആർ വില്ലിംഗ് ടു ഡു ഫ്രം ദെയർ ദ കോൺട്രിബ്യൂഷൻ ഫ്രം ദെയർ ഓൺ മണി എന്ന് പറയുമ്പോൾ അവർക്ക് ഇങ്ങനെ പോക്കറ്റ് മണി ആയിട്ട് വിഷു കഴിഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ കിട്ടുന്നൊക്കെ സൂക്ഷിച്ച് വയ്ക്കുന്നുണ്ടാവുമല്ലോ. അപ്പൊ അതിൽ നിന്ന് കൊടുക്കട്ടെ എന്ന് തന്നെ നമ്മൾ അങ്ങ് വിചാരിക്കും. അല്ലെങ്കിൽ എനിക്ക് നമ്മൾ വേണ്ട, നീ അത് കയ്യിൽ വെച്ചോ, എന്റെ കയ്യിൽ നിന്ന് ഞാൻ വേറെ തരാന്ന് പറയുമ്പോൾ പിന്നെ പിന്നെ കുഴപ്പമില്ല, എന്റെ കയ്യിലുള്ളത് എന്റെ കയ്യിൽ ഇരിക്കട്ടെ എന്നുള്ളൊരു തിങ്കിങ്ങിലേക്ക് പോകും. നെക്സ്റ്റ് ടൈമും അവർക്ക് ആ ഒരു ഓപ്പൺനെസ്, എന്റെ കയ്യിലുള്ളത് ഇന്ന് കൊടുക്കാം എന്ന് തോന്നണം. ആ രീതിയിൽ തന്നെ. അപ്പൊ അങ്ങനെ അതൊക്കെ ഒരു വാല്യൂസ് അവരിൽ തന്നെ ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മുടെ മക്കളിലെല്ലാം അതുണ്ടാവും. അങ്ങനെ അവര് കാണുന്ന, അവരെ ബസ്സിൽ കയറ്റുന്ന ആന്റിയാണ്, അവർ കാണുന്നതാണ്, അവർക്ക് അറിയാം. അപ്പൊ അവരുടെ മനസ്സിൽ വരിക എത്ര എനിക്ക് കൊടുക്കണം എന്ന് തോന്നുകയാണ്. നിരുത്സാഹപ്പെടുത്തലൊന്നുമില്ല, എത്ര കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ചില ക്യാമ്പുകള്, എൻവയോൺമെന്റൽ ഹൈജീൻ ക്യാമ്പുകൾ, NSS ക്യാമ്പിലൂടെ പല കുട്ടികളും ചിലപ്പോൾ ഇതുപോലെ സ്ലം ഏരിയയൊക്കെ പോയി കനാലൊക്കെ ക്ലീൻ ചെയ്ത് അവിടെയൊക്കെ നല്ല ചെടികളൊക്കെ നട്ടു വളർത്തി അവിടെയൊക്കെ വൃത്തിയാക്കി അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പലതും കാണാറുണ്ട്. റോഡ് വൃത്തിയാക്കുന്നു, ഗാർഡൻ സെറ്റ് ചെയ്യുന്നു, പിന്നെ എവിടെയെങ്കിലും വൈറ്റ് വാഷ് ചെയ്യാൻ ചിലർ ഹോസ്പിറ്റലുകളിലൊക്കെ പോയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാണാറുണ്ട്. സോ ദാറ്റ്സ് എൻഡ് ഓഫ് ദ യൂണിറ്റ്.
ദാറ്റ് യൂണിറ്റ്. നിങ്ങൾക്ക് അതിനകത്ത് ഒരു 3 യൂണിറ്റ്സും കൂടി ഉണ്ട്. നെക്സ്റ്റ് വണ്ണും ഓൾമോസ്റ്റ് സിമിലർ ടു യൂണിറ്റ് 7, ഗുഡ് മാനേഴ്സ്. നേരത്തെ നമ്മൾ വാല്യൂസ് ആൻഡ് മോറൽസ് എന്ന് പറഞ്ഞ പോലെ ഇത് ഗുഡ് മാനേഴ്സ്. ഇപ്പൊ പരസ്പരമുള്ള ഫ്രണ്ട്സും ആയിട്ടുള്ളതും വളരെ ഈസിയാണ്. പലതും നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ലൈക്ക് സ്കൂളിലാണെങ്കിൽ തന്നെയും ബെഡ്റൂം മാനേഴ്സ്, early to rise, early to bed. ഇതൊക്കെ കഴിയുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു നമ്മളുടെ ഇല്ലസ്ട്രേറ്റഡ് റൈം ബുക്കും അതുപോലെ തന്നെ സ്റ്റോറി ബുക്കിലേക്കും എഴുതാനുള്ള കുറെ പോയിന്റ്സ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടും. ഓക്കെ, ആരെങ്കിലും സ്റ്റാർട്ട് ചെയ്തോ? യൂണിറ്റ് 8 വളരെ ചെറുതാണല്ലോ, വളരെ ചെറുതായി പോയി. എന്തായാലും യൂണിറ്റ് 8 നെക്സ്റ്റ് ഡേ ഞാൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പൊ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കണ്ടന്റ് ബെഡ്റൂം മാനേഴ്സ്, ജനറൽ മാനേഴ്സ്, ബാത്റൂം മാനേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് അഡീഷണലി എന്തെല്ലാം കൂടെ ആഡ് ചെയ്യാം എന്നുള്ളതും കൂടെ ഒന്ന് ആലോചിച്ച് നെക്സ്റ്റ് ക്ലാസ്സിൽ വരിക കേട്ടോ. നെക്സ്റ്റ് ഇനി ഫ്രൈഡേ അല്ലേ. സോ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ മോഡ്യൂൾ 3 ആയിരിക്കും. മോഡ്യൂൾ 2 നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആണ്. അതിന്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. മോഡ്യൂൾ 3 കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇതുപോലെ തന്നെ എക്സാംസ് ഉണ്ടാവും. മോഡ്യൂൾ 1ന്റെ എക്സാം എഴുതാത്ത ആരെങ്കിലും ഉണ്ടോ? അറ്റൻഡ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ ഇപ്പൊ ഈ ക്ലാസ്സിൽ? ഉള്ള എല്ലാരും അറ്റൻഡ് ചെയ്താണോ? ടഫ് ആയിരുന്നു നിങ്ങൾക്ക് എക്സാം? എനിക്ക് മാർക്ക് കണ്ടപ്പോ അയ്യോ ടഫായി പോയോ? ഫസ്റ്റ് 50 ക്വസ്റ്റ്യൻസ് എന്റെ ആയിരുന്നു. ടഫ് അല്ലായിരുന്നു, പക്ഷെ ഒരുപാട് വായിച്ചു കഴിഞ്ഞ പിന്നെ നമുക്ക് വായിക്കാനുള്ള ഒരു സമയം കിട്ടിയില്ല. ചില ഓപ്ഷൻസ് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. നമുക്ക് അതാണോ ശരി ആൻസർ, അതാണോ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു മൊത്തത്തില്. ക്ലാസ് ശ്രദ്ധിച്ചവർക്ക് ഒരുവിധം അറിയാം, പക്ഷെ ഒരു ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. ക്വസ്റ്റ്യൻ ഒന്ന് എടുക്കുകയാണേ, ഞാനും എഴുതിയത്. ഞാൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് ഫസ്റ്റ് 50 എന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഞാൻ പറഞ്ഞല്ലോ. കംപ്ലീറ്റ് മറിയ മോണ്ടിസോറീസ് ഫേമസ് കോട്ട്, ദ ഡാഷ് ഈസ് ദി ഇൻസ്ട്രുമെന്റ് ഓഫ് ഇന്റലിജൻസ്. അത് എല്ലാരും എഴുതിയോ? മൈൻഡ്, ബ്രെയിൻ, ഹാൻഡ്, മൗത്ത്. ഹാൻഡ് അല്ല, അത് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇല്ല, അത് ടീച്ചർ ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ. ഹാൻഡ്സ് ആണ് നമ്മുടെ പ്രൈമറി ടൂൾ. മൂവ്മെന്റ് എന്ന് പറഞ്ഞത്. ടൂൾ. യെസ്, ടൂൾ. പിന്നെ എന്തായിരുന്നു? ഓൾമോസ്റ്റ് എല്ലാം തന്നെ. പിന്നെ വൈറ്റമിൻ ഡാഷ് ഇംപ്രൂവ്സ് വിഷൻ. കൺഫ്യൂഷൻ ആയില്ലേ? മാം റിപ്പീറ്റ് ചെയ്യൂ. വൈറ്റമിൻ ഡാഷ് ഇംപ്രൂവ്സ് വിഷൻ. എ അല്ലേ? എ ആണ്. ADKE ഞാൻ കൊടുത്തിരുന്നു. അത് തെറ്റിച്ചിരുന്നോന്നാ ഞാൻ ചോദിച്ചു. പിന്നെ ഫാറ്റ് soluble vitamin A. Fat soluble vitamins are found in ഓപ്ഷൻസ് ഇതായിരുന്നു: അനിമൽ ഫാറ്റ്സ്, ഓയിലി ഫിഷ്, ഡയറി പ്രോഡക്ട്സ്, ഓൾ ഓഫ് ദീസ്. അത് നമ്മൾ യൂസ്ഡ് ആണ്, നമ്മൾ കിച്ചണിൽ പലതും ഉപയോഗിക്കുന്നുണ്ട്. സോ ഫാറ്റ് കണ്ടന്റ് വരുന്ന പ്രോഡക്ട്സ് അതെല്ലാം തന്നെ ഫാറ്റ് സോളുബിൾ വൈറ്റമിൻസ് ഉള്ളതാണ്. ഓയിലി ഫിഷ്, അനിമൽ ഫാറ്റ്സ്, ഡയറി പ്രോഡക്ട്സ്. ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ എന്തോ ഒരു ചോദ്യം, അത് ഭയങ്കര ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. അത് ചോദ്യം എനിക്ക് ഓർമ്മ വരുന്നില്ല. സംതിങ് അബൌട്ട് ലാംഗ്വേജ് ഡെവലപ്മെന്റിനെ കുറിച്ചിട്ട്. അല്ലേ? അതെ അതെ, എനിക്ക് അയച്ചു തന്നായിരുന്നു. ബിലോ 1 year ആൻഡ് ഇൻഫന്റ്സ് പ്രൈമറി സോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ ഒക്കേഴ്സ് ത്രൂ. അതൊക്കെ കിട്ടിയില്ലേ? നമ്മള് സിഗ്മണ്ട് ഫ്രോയിഡ്സ് സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ് നമ്മൾ പറയുന്നത് ഓരോ ഏജിലും അവരുടെ പ്ലഷർ സാറ്റിസ്ഫാക്ഷൻ വരുന്നത് ഓരോ രീതിയിലാന്ന് പറഞ്ഞതാണ്. ബിലോ 1 year ആൻഡ് ഇൻഫന്റ്സ് പ്രൈമറി സോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ ഒക്കേഴ്സ് ത്രൂ. അതിപ്പോ സിഗ്മണ്ട് ഫ്രോയിഡ് പറയണത് അറിയണം എന്ന് തന്നെയില്ല. നമ്മളുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ട്, നമ്മൾ ആ കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അവർ ആ ഒരു ഏജിൽ അവരേതാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. എപ്പോഴും അവര് സക്ക് ചെയ്യുന്നു, അമ്മയുടെ പാല് കുടിക്കുന്നു, പിന്നെ വാ കൊണ്ട് കുറേ ആക്ഷൻസ് അവര് കാണിക്കും.
അപ്പൊ പറയില്ലേ, ഓ സംസാരിക്കാൻ ധൃതിയായി എന്ന് പറഞ്ഞ് നമ്മള് കുഞ്ഞു കുട്ടികളെ നമ്മൾ പറയാറുണ്ട്. സോ അതൊക്കെ നമ്മളുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ ഒന്ന് ആലോചിക്കണം. ബാക്കി ഓൾമോസ്റ്റ് ഞാൻ എല്ലാം തന്നെ ഇത് തന്നെ എഴുതിയിരിക്കുന്നതാണെന്നാണ് എന്റെ ഒരു ഓർമ്മ. മാം, പിയാജറ്റ് തിയറിയില് 4 സ്റ്റേജസിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ. ആ. അതെന്തോ അത് എനിക്ക് തെറ്റിയതായിരുന്നു. അത് ക്വസ്റ്റ്യൻ എന്താ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ആണോ? ഫസ്റ്റ് ഞാൻ ഫോർമൽ ഓപ്പറേഷണൽ സംതിങ് എന്തോ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ ശരി. ജ്യോതിക്ക് 91 ഉണ്ടല്ലോ അല്ലേ? യെസ് മാം. അല്ല, ചില ചോദ്യങ്ങൾ കറക്റ്റ് ചെയ്ത് പിന്നെ അത് ഞാൻ തെറ്റാണോ എന്ന് വിചാരിച്ചിട്ട് അത് മാറ്റി ഓപ്ഷനിൽ കൊടുത്തു. അത് കഴിഞ്ഞപ്പോ അത് ശരിക്കും ആദ്യം എഴുതിയതാണ് കറക്റ്റ്. അങ്ങനെ ചില ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഞാന് ചിലതിന്റെ ആൻസേഴ്സ് ക്വസ്റ്റ്യനിൽ തന്നെയുള്ള രീതിയിൽ വന്നപ്പോ അത്രയ്ക്ക് അങ്ങോട്ട് ആക്കണ്ടെന്ന് വെച്ചു. കാരണം ദ കപ്പാസിറ്റി ടു ക്രിയേറ്റ് ബ്യൂട്ടിഫുൾ ഫിസിക്കൽ ഫിറ്റ്നസ് പാരാമീറ്റേഴ്സ്, ഞാൻ ആദ്യം അതിന്റെ എക്സ്പാൻഷൻ എഴുതിയ കോസ്മെറ്റിക് ഫിറ്റ്നസ് എന്നൊക്കെ പറഞ്ഞ് എഴുതി. പിന്നെ ഞാൻ ഓർത്ത് എക്സ്പാൻഷൻ കൊടുക്കണ്ടെന്ന് എഴുതി ഞാൻ അതിന്റെ ഷോർട്ട് ഫോം തന്നെ എഴുതി വെച്ചു. അത് കൺഫ്യൂഷൻ ആയോ? അതെനിക്ക് തെറ്റിയായിരുന്നു ആ ക്വസ്റ്റ്യൻ. ഞാൻ അത് എക്സ്പാൻഷൻ തന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ എല്ലാരും അത് കറക്റ്റ് ചെയ്തേനെ, കറക്റ്റ് ആയിട്ട് തന്നെ എഴുതിയേനെ. കോസ്മെറ്റിക് ഫിറ്റ്നസ് ആദ്യം ഇട്ടപ്പോഴേക്കും തോന്നി വേണ്ട, ഇങ്ങനെ കൊടുത്താൽ അത് ശരിയാവില്ല. പിന്നെ ഇഫ് എ പേഴ്സൺ ഈസ് ഹാവിംഗ് ഹെഡേക്ക് വിത്തൗട്ട് എനി ഫിസിക്കൽ ഇൽനസ്, അത് എംഫസൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിത്തൗട്ട് എനി ഫിസിക്കൽ ഇൽനസ് ദെൻ ഹി വിൽ ബി അണ്ടർഗോയിങ് ഡാഷ്. അതൊന്നും ഡയറക്ട്ലി എന്നില്ല, പക്ഷെ നമ്മൾ പറയുന്നുണ്ടല്ലേ നമ്മളുടെ മെന്റലി ഉള്ള ഒരു ആക്ഷന്റെ ഔട്ട്കം ആയിട്ട് നമുക്ക് ഫിസിക്കൽ ഒരു ആക്ഷൻ വരുന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. സ്ട്രെസ് ആയിരിക്കും. ഫീവർ, ഡയറിയ, ടെൻഷൻ, നൺ ഓഫ് ദിസ്. സോ ടെൻഷൻ വരാം. പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വിത്തൗട്ട് എനി ഫിസിക്കൽ ഇൽനസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഞാൻ ലീവ് ചെയ്തോട്ടെ. 9 to 10 എനിക്കൊരു ക്ലാസ് ഉണ്ട്. എന്റെ ക്ലാസ്സിന്റെ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ മോഡലിംഗ് പറഞ്ഞത് ഇനി കിട്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യാം. ഓക്കെ, ഞാൻ ലീവ് ചെയ്തോട്ടെ. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am. താങ്ക് യു മാം. Thank you, ma'am.